ഞാൻ നിഷ ശാരൻ. എന്റെ ഏറ്റവും പുതിയ സിനിമയാണ് എഴുത്തോല. എഴുത്തോലയുടെ വിശേഷങ്ങളുമായി SK ഹോട്ട്സ്പോട്ടിൽ RJ സെലിനൊപ്പം. നമസ്കാരം, വെൽക്കം ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗിക്ഷേത്ര 89.6 FM കൂടെയുള്ളത് സെലിനാണ് കേട്ടോ. ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ എന്നോടൊപ്പം ഉള്ളത് ആരാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഒരു ശബ്ദമാണ്, ഒരു വ്യക്തിയാണ് ഇന്ന് എന്നോടൊപ്പം SK ഹോട്ട്സ്പോട്ടിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന, അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായിട്ടുള്ള, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു നടി നിഷ സാരംഗ്. പേര് കേട്ടാ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായി കാണും എന്നുള്ളതാണ്. നിഷ ചേച്ചിയാണ് ഇന്ന് നമ്മളോടൊപ്പം SK ഹോട്ട്സ്പോട്ടിൽ ജോയിൻ ചെയ്യുന്നത്. ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എനിക്ക് തോന്നേ ചേച്ചിയെ പറ്റി ആദ്യമേ തന്നെ നീലു എന്ന കഥാപാത്രം, അല്ലെങ്കിൽ കേശുവിന്റെയും ശിവയുടെയും അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പെട്ടെന്ന് ആളുകൾക്കല്ലേ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് നീലുവിന്റെ കഥാപാത്രം. ചേച്ചി എങ്ങനെയാ ശരിക്കും നീലുവിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ? അത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുവിധപ്പെട്ടതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഉപ്പുമുളകില് എത്തുന്നത് ഫ്ലവേഴ്സിലെ കുട്ടിക്കലവറ എന്നുള്ളൊരു പ്രോഗ്രാം ചെയ്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് എന്നെ അനിൽ അയിരൂര്, അവിടുത്തെ ക്രിയേറ്റീവ് ഹെഡ് ആയിരുന്നു അദ്ദേഹം അന്ന്. അപ്പൊ അദ്ദേഹമാണ് എന്നെ അതിനകത്തേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ അങ്ങനെ ഉപ്പും മുളകിലൂടെയും അതുപോലെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സിനിമകളിലൂടെ പല പല രീതിയിലുള്ള കഥാപാത്രങ്ങളെ അഭിനയിച്ചിങ്ങനെ പ്രേക്ഷക മനസ്സിലിടം നേടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാട്ടുകൾ കേട്ടിട്ട് ഇനി കൂടുതൽ വിശേഷങ്ങൾ പറയാം. ചേച്ചിയുടെ ഏറ്റവും പുതിയ സിനിമ വരുന്നുണ്ട്. ആ സിനിമയെ പറ്റിയുള്ള വിശേഷങ്ങളായിരിക്കും നമ്മൾ ഇന്ന് SK ഹോട്ട്സ്പോട്ടിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. കൂടെയുള്ളത് സെലിനാണ് ഓൺ സർഗിക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. ഞാൻ നിഷ ശാരൻ. എന്റെ ഏറ്റവും പുതിയ സിനിമയാണ് എഴുത്തോല. എഴുത്തോലയുടെ വിശേഷങ്ങളുമായി SK ഹോട്ട്സ്പോട്ടിൽ RJ സെലിനൊപ്പം. SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് സെലിനാണ് കേട്ടോ. എന്നോടൊപ്പം ഉള്ളത് നിഷ ചേച്ചിയാണ്. നമ്മൾ എല്ലാവർക്കും, അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായിട്ടുള്ള നടി നിഷ സാരംഗാണ് നമ്മളോടൊപ്പം ഇന്ന് SK ഹോട്ട്സ്പോട്ടിലുള്ളത്. ചേച്ചി, ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ എഴുത്തോലയുടെ വിശേഷങ്ങളാണ് എനിക്ക് കേൾക്കേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എഴുത്തോല വളരെ നന്മകൾ നിറഞ്ഞ ഒരു പടമാണ്. ഇപ്പോ കുട്ടികളെ കൊണ്ടുപോയി നമുക്ക് കുടുംബസമേതം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് എഴുന്നേറ്റ് പോരാൻ പറ്റുന്ന ഒരു ഫാമിലി ചിത്രമാണ് എഴുത്തോല. പിന്നെ അതിലെ ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതും കുട്ടികൾ ഇതുവരെ കാണാത്തതുമായ വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു, നമ്മുടെ നാടിനുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതും, കുട്ടികൾക്ക് അധ്യാപകരോട് ഉണ്ടായിരുന്ന ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ, തിരിച്ച് അധ്യാപകർക്ക് കുട്ടികളോടും ഉണ്ടായിരുന്ന, കുട്ടികളെ കുറിച്ചും അവരുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ, അവരുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ ജീവിതത്തില്, അവരുടെ കുടുംബത്തിൽ എങ്ങനെ എന്നൊക്കെ പണ്ടത്തെ അധ്യാപകർക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ ശരിക്കും കുട്ടികളുടെ വീട്ടിലെ എല്ലാവരുടെയും സിറ്റുവേഷൻ അധ്യാപകർക്ക് അറിയണമെന്നില്ല. പണ്ട് അങ്ങനെയല്ല. ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും, വീട്ടിലെ എല്ലാ കാര്യങ്ങളും അധ്യാപകർക്ക് അറിയാൻ പറ്റും. പണ്ട് നമുക്ക് മണ്ണിൽ എഴുതി, പിന്നെ എഴുത്തോലയിൽ എഴുതി തുടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മണ്ണിലും എഴുത്തോലയിലൊക്കെ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു വിദ്യാഭ്യാസം. അപ്പോൾ അത് ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അതിലൂടെ ജീവിച്ചിരുന്ന, തൊഴിലായി കാണാതെ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി കണ്ട ഒരു ആശാന്റെയും കഥയാണ് എഴുത്തോല. ഓക്കെ. അപ്പൊ അവരുടെ ജീവിത കഥയാണ്. അവരൊക്കെ നമുക്കിപ്പോ മലയാളം വിട്ടിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്നപ്പോ ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹം, ഒരു വിദ്യാഭ്യാസത്തെ കണ്ടിരുന്നത് ഒരു കച്ചവടമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരു വരുമാനമായിട്ടോ മാത്രമായിരുന്നില്ല എന്നും, അവര് ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നു, അവരൊക്കെ എവിടെ പോയി, അവരുടെ ജീവിതം പിന്നെ എങ്ങനെയായി എന്നറിയിച്ചു കൊടുക്കണമല്ലോ നമ്മള് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ. അപ്പൊ അങ്ങനെ അവരെ കുറിച്ച് അറിയാനും, അവരിപ്പോ എങ്ങനെ എന്നുള്ളതും അവർക്ക് ശേഷമുള്ളവരിപ്പോ എങ്ങനെയെന്നൊക്കെ അറിയാനും വേണ്ടിയാണ് ഈ സിനിമ. അതായത് നമ്മുടെ കേരളത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ് ഈ സിനിമ. ഓക്കെ. എനിക്ക് എടുത്തു പറയേണ്ട ഒരു സന്തോഷം കൂടിയുണ്ട്. ആക്ച്വലി ഈ പറഞ്ഞ എഴുത്തോല എന്ന സിനിമയിലെ ആശാത്തി എന്ന കഥാപാത്രമാണ് ചേച്ചി ചെയ്തിട്ടുള്ളത്.
ഈ ആശാത്തിയെ നേരിട്ട് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ ആശാത്തിനെ. അല്ലെങ്കിൽ ഞാനും എഴുത്തോലയിൽ പഠിച്ച ഒരാളാണ്. എനിക്ക് വലിയ പ്രായമൊന്നുമില്ല എങ്കിലും മനസ്സിലായി. അവിടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവിടെ ഇപ്പോഴും ആ നാട്ടിൽ ഇപ്പോഴും എഴുത്തോലയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, മണ്ണിൽ നിലത്തെഴുത്തി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പോയി കണ്ടതാണ്. അപ്പൊ എനിക്ക് അതൊക്കെ കാണിച്ചു തന്നിരുന്നു അവര്. അത് ശരിക്കും ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അതൊക്കെ, അല്ലേ? തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ് അങ്ങനെ ഒരു വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടായത്. നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുക്കണം. ഉറപ്പായും മാതാപിതാക്കള് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ സിനിമ ഒരുപാട് ഉപകരിക്കും. നന്മകൾ ഒരുപാടുണ്ട് ഈ പടത്തില്. നന്മ നിറഞ്ഞൊരു പടമാണ്, നന്മയുള്ളൊരു സിനിമയാണ്. ഇതൊരു കച്ചവടത്തിന് വേണ്ടി മാത്രം എടുത്തൊരു പടമല്ല. കച്ചവടമല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. മനുഷ്യന്റെ നന്മയാണ് ഈ ചിത്രത്തിലൂടെ കാണിക്കുന്നത്. എന്തായാലും ആ ഒരു നന്മ എല്ലാവരിലേക്കും ഈ ഒരു സിനിമയിലൂടെ എത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഈ ഓലയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും. എന്നെ പഠിപ്പിച്ചത് ആശാത്തി അല്ലെങ്കിൽ കൂടിയും ആശാത്തിയുടെ പിൻതലമുറക്കാരാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ എങ്കിൽ കൂടിയും ആ ഒരു ഓലയിൽ പഠിച്ച ഓർമ്മകളൊക്കെ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ വരുമായിരുന്നു. എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനും മണ്ണിൽ എഴുതി പഠിച്ചു, എഴുത്തോലയിൽ വായിച്ചു പഠിച്ചതൊക്കെയാണ് ഞാനും. അപ്പൊ എനിക്കിത് അറിയാം. എന്ന് വെച്ചാൽ ഞാൻ പണ്ട് ആശാൻ പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ചുറ്റും ഒരുപാട് പേരിങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കണം ഒരുവിധം ആളുകൾ. ഒരുപാട് ആൾക്കാര് ഇപ്പൊ ബീച്ചേടൻ പറഞ്ഞു, നമ്മളെ ഉപ്പുമുളയിലെ ബീച്ചേടൻ പറഞ്ഞു. ബീച്ചേടന് മണ്ണിലെഴുത്തി പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ അവിടെയൊന്നും എഴുത്തോല ഉണ്ടായിരുന്നില്ല എന്ന്. ബീച്ചേടനൊക്കെ എന്നേക്കാൾ മുന്നേ പഠിച്ചിറങ്ങിയ ആൾക്കാരാണല്ലോ. പക്ഷെ അവരുടെ നാട്ടിൽ എഴുത്തോല എന്നുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എഴുത്തോലയെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഒരു നാടിന്റെ നന്മ അല്ലെങ്കിൽ അന്യം നിന്ന് പോയിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ ഒക്കെ ഒരു ഓർമ്മ എന്ന പോലെ എഴുത്തോല എന്ന സിനിമയിലൂടെ ഒരുപാട് നന്മകൾ കാണുന്നവരിലേക്കും കൂടെ എത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. ഇത് SK ഹോട്ട്സ്പോട്ട് ആണ്, കൂടെ സെലിനാണ് ഓൺ സർഗിക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. ഞാൻ നിഷാ ശാരൻ. എന്റെ ഏറ്റവും പുതിയ സിനിമയാണ് എഴുത്തോല. എഴുത്തോലയുടെ വിശേഷങ്ങളുമായി SK ഹോട്ട്സ്പോട്ടിൽ RJ സെലിനൊപ്പം. ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ, ഒരു ആശാത്തിയുടെ കഥയാണ്, അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഒരുപാട് നന്മയുള്ള ഒരു സിനിമയാണ്, ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് പറയുന്ന കഥയാണ് എന്നൊക്കെ, അല്ലെങ്കിൽ അന്യം നിന്ന് പോയ എഴുത്തോല അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തെ പറ്റിയൊക്കെ പറയുന്ന ഒരു സിനിമ. ഈ ഒരു ക്യാരക്ടർ, ആശാത്തി എന്ന ക്യാരക്ടർ ഇച്ചിരി പ്രായം ചെന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന, എനിക്കൊന്ന് ഉപ്പുമുളകിലും ചേച്ചി കുട്ടികളോട് തന്നെയാണ് കൂടുതൽ ഇടപഴകിയിട്ടുള്ളത് ആ ഒരു സീരിയലിലൂടെ. പക്ഷേ എങ്കിൽ കൂടിയും മലയാളികൾക്ക് ഈ ഉപ്പുമുളകിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു റോളാണല്ലോ എഴുത്തോലയിൽ പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ചേച്ചി അത് ചെയ്യാനായിട്ട്? ഇത് ക്യാരക്ടർ വൈസ് നമുക്കിതൊരു ചലഞ്ചിങ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ നമ്മളെയൊക്കെ ജീവിതത്തിലൂടെ നമുക്ക് എന്തായാലും എല്ലാവരോടും സന്തോഷവും സ്നേഹവും ഒക്കെ തന്നെയല്ലേ. എല്ലാവരെയും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ നമുക്ക് എല്ലാവരോടും സ്നേഹമല്ലേ. അപ്പൊ എന്റെ ഉള്ളിൽ എനിക്ക് എപ്പോഴും എല്ലാരെയും കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എത്ര നാള് കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാ ദിവസവും കണ്ടാലും എപ്പോഴും സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാവരോടും സ്നേഹം ഉണ്ടാവും. നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഒരാളെ സ്നേഹിക്കുന്നത്. അത് തിരിച്ചവര് സ്നേഹം മാത്രം തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. തന്നില്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കും, അത് വേറെ സത്യം. നമ്മുടെ ഉള്ളിൽ അവരോട് സ്നേഹം ഉണ്ടാവും. തിരിച്ചെങ്ങനെയെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അത് അവരുടെ വ്യക്തിത്വം പോലെ ഇരിക്കും തിരിച്ചെങ്ങനെയെന്നുള്ളത്. ഏറ്റവും നല്ലത് നമ്മളെല്ലാവരും, നമ്മളൊക്കെ എത്ര കാലമാണ് ഭൂമിയിൽ ഉണ്ടാവുക, ആ ഉള്ള കാലം നമുക്ക് പരസ്പരം വെറുക്കാതെ ദേഷ്യപ്പെടാതെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പോവാന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ എനർജി കൂടുകയുള്ളൂ. എനർജി ലോസ് ആവുന്നത് എപ്പോഴും ദേഷ്യവും വൈരാഗ്യവും വഴക്കും ഒക്കെ ഉണ്ടാവുമ്പോഴാണ്. ഇതിലിപ്പോ ആശാത്തി എന്ന് പറഞ്ഞ കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ അമ്മയെ പോലെയാണ് വിദ്യാർത്ഥികൾക്ക്. സ്വന്തം മക്കളെ പോലെയാണ് എല്ലാ കുട്ടികളെയും സ്നേഹിക്കുന്നത്. അപ്പോ എപ്പോഴും ആരോടൊരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. എപ്പോഴും ആ ഒരു ചിരിച്ച മുഖവും എന്തുണ്ടെങ്കിലും ഒരു വളരെ നിഷ്കളങ്കമായ രീതിയാണ് എല്ലാവരോടും ഇടപഴകുന്നത്. പിന്നെ ഉപ്പുമുളക് എന്നുള്ള ഇത് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്തുള്ളത്, ഇതൊക്കെ ഉപ്പുമുളയിലുള്ള ഒരു ഇതൊക്കെ തന്നെയല്ലേ. ഉപ്പുമുളക് നീലുവിന് എല്ലാവരോടും സ്നേഹമൊക്കെ തന്നെയാണ്. പക്ഷെ കുറെ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആണ്. എങ്കിൽ പോലും എല്ലാവരെയും വളരെ അനുനയത്തിലൂടെ കുടുംബം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ്. എങ്ങനെയാണ് മക്കളെങ്കിലും എങ്ങനെയാണ് ഭർത്താവെങ്കിലും കുടുംബം എങ്ങനെ ബുദ്ധിയോടെ കൊണ്ടുപോകണമെന്ന് കഴിവുള്ള ഒരു സ്ത്രീയാണ്. അതെ. പക്ഷെ ആശാത്തി എന്ന് പറഞ്ഞ കഥാപാത്രം അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ അത്രയും പക്വത ഉണ്ടെങ്കിൽ പോലും അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചു നിർത്താൻ പറ്റാതെ പോയി എന്നുള്ളൊരു ഇതൊക്കെ ഇതിനകത്തുണ്ട്.
മക്കളോടാണെങ്കിലും ഒക്കെ. കാരണം ഒരു സ്ത്രീക്ക് ശരിക്കും ദേഷ്യം വേണ്ട സ്ഥലത്ത് ദേഷ്യം വേണം, എന്നാൽ മാത്രമേ നമ്മളുടെ കുട്ടികളും ഭർത്താവും ഒക്കെ നല്ല രീതിയിൽ വീട്ടിലുണ്ടാവുള്ളൂ. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മളെല്ലാത്തിനും ചിരിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇവരെ എപ്പോഴും നിയന്ത്രിക്കാൻ പറ്റുമെന്ന് വരില്ല. പറ്റില്ല. ഇതിപ്പോ ഇതിനകത്ത് 75 വയസ്സ്, അതാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്താന്ന് വെച്ചാല് ഇപ്പൊ നീലിമയ്ക്ക് 50 വയസ്സൊക്കെ ഉള്ളൂ ഇപ്പൊ. പക്ഷെ ആശാത്തിക്ക് 75 വയസ്സുണ്ട്. 75 വയസ്സുള്ള കഥാപാത്രമാണ് ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന കഥാപാത്രം. യങ് സ്റ്റേജ് കുറച്ച് ഫ്ലാഷ് ബാക്ക് കുറച്ചേ കാണിക്കുന്നുള്ളൂ. പക്ഷെ ഇത്ര ഏജാണ് ഇത് പ്രസന്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഏജിൽ നിന്നിട്ട് ചെയ്യണമായിരുന്നു. പിന്നെ കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു, കാരണം ഇടയ്ക്ക് വെച്ച് ഇവരുടെ മൈൻഡൊക്കെ മാറുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് ടാസ്ക് ആയിരുന്നു. ശരിക്കും ഒരുപാട് എന്നെ സംബന്ധിച്ച് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല കഥാപാത്രമാണ്. ഇത്രയും നല്ല കഥാപാത്രം കിട്ടുകയെന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു എനിക്കിത് എന്റെ അമ്മയും അച്ഛനും ഗുരുക്കന്മാരും ദൈവമൊക്കെ എനിക്ക് തന്ന ഗിഫ്റ്റാണിത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൽ കാണാനായിട്ട്. ഭയങ്കര രസമുണ്ട്. ഒരു സ്പിരിച്വൽ എന്തോ സംഭവം ഉള്ളത് പോലെ ഒരു തോന്നൽ നമുക്ക് തോന്നും ആശാത്തി എന്ന കഥാപാത്രത്തെ നമുക്ക് കാണുമ്പോഴേ. അത് ഭയങ്കര സന്തോഷം, അങ്ങനെ കേൾക്കുമ്പോ ഒരു സന്തോഷം. കാരണം അവരുടെ മൈൻഡ് എപ്പോഴും അങ്ങനെയായിരുന്നു. പാറുക്കുട്ടി ആശാത്തിയുടെ മൈൻഡ് എപ്പോഴും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരോടും സ്നേഹം, എല്ലാവർക്കും നന്മ വരണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് അവർ ഒന്നും തന്നില്ലേലും കുഴപ്പമില്ല, അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കട്ടെ, എല്ലാവർക്കും എപ്പോഴും സ്നേഹം ഉണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു നന്മ മരമായിരുന്നു ഈ ആശാത്തി എന്ന് പറഞ്ഞ കഥാപാത്രം. അതാ ഞാൻ പറഞ്ഞ ആ സിനിമ കാണുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു നന്മയുള്ള പടം കണ്ടു എന്നുള്ളതാണ്. ഒരു ഗുഡ് ഫീലിംഗ് കിട്ടും. അതാണ് ഒരു ഫീൽ ഗുഡ് മൂവി. അത് തന്നെ. ഇത് ഉറപ്പായിട്ടും എല്ലാവരും കുട്ടികളെ കൊണ്ടേ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികളും മുതിർന്നവരും മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് നമുക്ക് ഈ ചിത്രം. ഓക്കെ, എന്തായാലും ആ ഒരു ഗിഫ്റ്റ് എല്ലാവരും തങ്ങളുടെ മക്കൾക്ക് കൊടുക്കട്ടെ. ആ എഴുത്തോല എന്ന സിനിമ എല്ലാവരും കാണണം, കുട്ടികൾക്കും കാണിച്ചു കൊടുക്കണം. എന്തായാലും നിഷ ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. SK ഹോട്ട്സ്പോട്ട് ആണ് ഓൺ സർഗിക്ഷേത്ര 89.6 FM കൂടെ സെലനാണ്. ഞാൻ നിഷ ശാരൻ. എന്റെ ഏറ്റവും പുതിയ സിനിമയാണ് എഴുത്തോല. എഴുത്തോലയുടെ വിശേഷങ്ങളുമായി SK ഹോട്ട്സ്പോട്ടിൽ RJ സെലിനൊപ്പം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പാറുക്കുട്ടി ആശാത്തിയുടെ കഥ പറഞ്ഞു, അല്ലെങ്കിൽ വളരെ സ്നേഹമുള്ളൊരു വ്യക്തിയാണ് ആശാത്തിയുടെ കഥയാണ് പറയുന്നത്. നീലു എന്ന കഥാപാത്രത്തിനും ഇതുപോലെ കുടുംബത്തോടൊരു സ്നേഹമുണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ക്യാരക്ടറും ഏകദേശം എക്സാക്ട്ലി സെയിം ആണെന്ന് തോന്നുന്നു. നിഷ ചേച്ചി പേഴ്സണൽ ലൈഫിലും ഇതേപോലെ എല്ലാവരോടും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതേ റൂട്ടിലുള്ള ഒരു ക്യാരക്ടേഴ്സിനെ കിട്ടുന്നത്? അതൊരു ഭാഗ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ഭാഗ്യം തന്നെയല്ലേ. നമുക്ക് സത്യം പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ അച്ഛനും അമ്മയും ഗുരുക്കന്മാരും ദൈവമൊക്കെ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണത്. കാരണം ഇത്തരത്തിലൊരു കഥാപാത്രം എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ അതിനെനിക്ക് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് സുരേഷ് ഉണ്ണികൃഷ്ണനോടും ശങ്കരേട്ടനോടും അവരുടെ ബാക്കിയുള്ള മറ്റുള്ളവരോടും ഒക്കെയാണ്. ഓക്കെ, എങ്ങനെയാണ് എഴുത്തോലയിലേക്ക് വരുന്നത് ചേച്ചി? എഴുത്തോലയിൽ ഞാനൊരു സുപ്രഭാതത്തില് ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വഴിക്ക് പെട്ടെന്നൊരു കോള് വരുന്നു. ഞാൻ സാധാരണ വണ്ടി ഓടിക്കുമ്പോ ഞാൻ വണ്ടി വീട്ടിലെത്തിയിട്ടൊക്കെയാണ് ഫോൺ അറ്റൻഡ് ചെയ്യാറുള്ളത്. ഇത് ഞാൻ എന്തോ എനിക്ക് തോന്നി എന്നാ ചിലപ്പോ വല്ല എമർജൻസി വല്ല കോളാണോ എന്ന് അറിയാൻ വേണ്ടി വണ്ടി സൈഡിലേക്ക് നിർത്തിയിട്ട് ഈ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് ഇങ്ങനെ പറയണത്, ഇങ്ങനെ സുരേഷ് എന്ന് പറഞ്ഞ ആളാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനകത്തേക്ക് ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാനാ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്നെ ആയിരിക്കില്ല വേറെ ആരെങ്കിലും ആയിരിക്കും വിളിച്ചത് വിചാരിച്ചിട്ട് ഞാൻ ഇത് നിങ്ങൾ ആരെയാണ് വിളിച്ചത് ശരിക്കും? അവർ നിശാശാരംഗല്ലേ? ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ 75 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്താൽ എങ്ങനെ ശരിയാവുക? അപ്പോ പറഞ്ഞു അത് ഞങ്ങള് നിഷയെ തന്നെ വിളിച്ചത്, അത് 2 ഏജ് വരുന്നുണ്ട്, അപ്പൊ അത് ഞങ്ങൾ പൂമുളകും പിന്നെ മറ്റുള്ള സിനിമകളൊക്കെ വാച്ച് ചെയ്തിട്ട് തന്നെയാണ് വിളിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, അപ്പൊ എനിക്ക് സന്തോഷമായി. അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ പിന്നെ അവര് പറഞ്ഞു ശങ്കരേട്ടൻ വിളിക്കും ബാക്കി കാര്യങ്ങള്. അപ്പൊ അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞ ശങ്കരേട്ടനും വിളിച്ചത് തന്നെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഞാനിത് ശരിയാണെന്ന് വിശ്വസിച്ചത്. ശങ്കരേട്ടന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഈ ശങ്കരേട്ടന്റെ ശബ്ദം പലപ്പോഴും പലരും സിനിമയിൽ അനുകരിച്ചിട്ടില്ല. ഓ യെസ് യെസ് യെസ്. അതുകൊണ്ട് നമ്മൾ ഈ മമ്മൂക്ക വിളിക്കുന്നു ലാലേട്ടൻ വിളിക്കുന്നു ഒക്കെ പറയുമ്പോൾ ഡൗട്ട് അടിക്കും.
അതെ 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 അവര് തന്നെയാണോ അതോ നമ്മളെ കളിയാക്കാൻ വേണ്ടി ആരെങ്കിലും വിളിക്കുന്നതാണെന്നൊരു ചിന്ത വരുമല്ലോ അല്ലേ? അതെ 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 സത്യം. അങ്ങനെ ഒരു അങ്ങനെയാണ് സത്യപൂർണ്ണമായിട്ട് വിശ്വസിച്ചത്. ഓക്കെ, അങ്ങനെ എഴുത്തോലയിൽ എത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ? ഈ എഴുത്തോല എഴുതാനൊക്കെ പഠിക്കേണ്ടി വന്നോ? എഴുത്തോലിൽ എഴുതി പഠിക്കാൻ അവർ കാണിച്ചൊക്കെ തന്നു, ഞാൻ പഠിച്ചിരുന്നു അത്. എന്നിട്ട് എങ്ങനെയുണ്ട്? കുറച്ച് പാടാണ്, നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് പാടാണ്, കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങോട്ട് കുഴപ്പമില്ല. അതെ, നമ്മളൊരു പേപ്പറിൽ എഴുതുന്നത്ര ഈസി ആണോ? പേപ്പറിൽ എഴുതുന്നത് ഇതും തമ്മിൽ എന്താ പറയാ 99% ഡിഫറെന്റ് ആണ്. ഓക്കെ, ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ട് എഴുതുന്ന, പക്ഷെ നമുക്ക് അറിയത്തില്ല, നമ്മൾ ചെറിയ കുഞ്ഞല്ലേ. ഈ എഴുത്തോലയിൽ ഇങ്ങനെ ആണിയോ എന്തോ ഉപയോഗിച്ചിട്ടല്ലേ എഴുതുന്നേ? എഴുത്താണി പോലെ എന്തോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി എഴുതുന്ന എന്തോ പരിപാടിയാണ്. എനിക്കതിനെ പറ്റി വലിയ ധാരണയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സംഭവം. വേറെ എന്തൊക്കെയാണ് പഠിച്ചത് എഴുത്തോല എന്ന സിനിമയിലേക്ക്, അല്ലെങ്കിൽ സിനിമയിലൊക്കെ അഭിനയിച്ച് പാറക്കുട്ടി ആശാത്തിയായിട്ട് ഇങ്ങനെ തകർത്ത് അഭിനയിച്ച് ആ ഒരു പരിവേഷത്തിലൂടെ? കുറെ വേറൊരു വ്യക്തിയുടെ നടത്തം പഠിക്കണം, അവരുടെ സ്വഭാവം നമ്മൾ ഉൾക്കൊള്ളണം, പിന്നെ അവരുടെ മൈൻഡ് നമ്മളെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇത് ചെയ്യുന്നതിന് മുന്നേ ഒട്ടും ഇങ്ങനെയൊന്നും പ്രിപ്പയർഡ് അല്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്തോ ഒരു നമുക്ക് എന്താ പറയാ, ആ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു ആ പാറക്കുട്ടി ആശാത്തി അവിടെ ഉണ്ടായിരുന്നു, എന്നിലേക്ക് വന്നു എന്നൊക്കെ. അതായത് ഇതിന്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാം ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു ആശാത്തിയാണിത്. അപ്പോൾ ഗുരുദക്ഷിണ പോലെ വിദ്യാർത്ഥി അധ്യാപകർക്ക് കൊടുക്കുന്നതാണ് ഈ സിനിമ. അപ്പോൾ ആ ഒരു ഗുരുദക്ഷിണ കൊടുക്കുമ്പോൾ തിരിച്ചൊരു അനുഗ്രഹം ഉണ്ടാവുമല്ലോ ഗുരുവിന്റെ വിദ്യാർത്ഥിക്ക്. അപ്പോൾ ആ ഒരു അനുഗ്രഹം എന്നിലേക്ക് ബാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം എന്നിലേക്ക് എപ്പോഴോ ആ ആശാത്തി കയറി എന്നുള്ളത് എന്റെ മനസ്സിൽ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് കഥാപാത്രം, ഉള്ളിൽ വലിയ പേടി ഉണ്ടായിരുന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഞാനത് ആ പേടിയെല്ലാം മറന്നുപോയത് എങ്ങനെയെന്ന് ഞാൻ പിന്നെ ചിന്തിച്ചു. ആക്ച്വലി നമ്മൾ ഓൾറെഡി ഒരു റിട്ടൺ കഥാപാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഡിഫറെന്റ് ആണല്ലോ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ അനുകരിക്കുമ്പോൾ. അതും ഇപ്പൊ നിഷ ചേച്ചി കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവുകൾ, അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ എത്രത്തോളം അത് അങ്ങനെ പ്രതിഫലിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലെ? നമ്മളിപ്പോ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. വീട്ടിൽ പോയപ്പോ കുറെ കാര്യങ്ങളൊക്കെ അവരുടെ വീട്ടുകാരെന്നോട് പറഞ്ഞു തന്നിരുന്നു. പിന്നെ ആശാരിയുടെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങിയിരുന്നു ചെന്ന ഉടനെ തന്നെ. അപ്പൊ അതൊരു ബ്ലെസ്സിങ് ആണല്ലോ ശരിക്കും. തീർച്ചയായിട്ടും ആ ഒരു ബ്ലെസ്സിങ് എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു വിദ്യാർത്ഥി തന്റെ ഗുരുവിന് വേണ്ടിയുള്ള ഒരു ദക്ഷിണ പോലെ ചെയ്തിട്ടുള്ള ഒരു നന്മയുള്ള ഒരു സിനിമയാണ് എഴുത്തോല. എല്ലാവരുടെ അടുത്തും ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ഒരു സിനിമ കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. എന്തായാലും ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ ഇപ്പം നിഷ ചേച്ചിയാണ് കേട്ടോ കൂടെ ഉള്ളത്. പാട്ടുകൾ വരുന്നുണ്ട്, കൂടെ സെലിനാണ്. ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. ഞാൻ നിഷ ശാരൻ. എന്റെ ഏറ്റവും പുതിയ സിനിമയാണ് എഴുത്തോല. എഴുത്തോലയുടെ വിശേഷങ്ങളുമായി SK ഹോട്ട്സ്പോട്ടിൽ RJ സെലിനൊപ്പം. ഇപ്പൊ ശങ്കർ സാറിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ വിളിച്ച് സംസാരിച്ചു, അങ്ങനെയാണ് എഴുത്തോലയിലേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. ശങ്കർ സാറുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഞാന് സത്യം പറഞ്ഞ ഈ സിനിമയ്ക്ക് വരുമ്പോ ഏറ്റവും ടെൻഷനേ ശങ്കരേട്ടനൊക്കെ നമ്മൾ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരാളല്ലേ. ഇപ്പോഴും ആരാധിക്കുന്നുണ്ട് കേട്ടോ, അത് വേറെ സത്യം. എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടം തന്നെ. ഇപ്പോഴും ആ കാലഘട്ടത്തിലുള്ള പടങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോ എന്താണ് ശങ്കരേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മളുടെയൊക്കെ സൂപ്പർ ഹീറോ അല്ലേ. അപ്പൊ ആ ഹീറോയെ നേരിട്ട് കാണുക, സംസാരിക്കുക അല്ലേ, അതൊക്കെ ഭയങ്കര. ലൊക്കേഷനിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാവും, വല്ലപ്പോഴും ഒക്കെ വരാറുണ്ട് ലൊക്കേഷനിലേക്ക്. അപ്പൊ നമ്മൾ അവരുടെ മുന്നിൽ ഇരുന്നുണ്ട് നമ്മളൊരു കഥ, അവര് ഒരു ഡയറക്ടറുടെ ഇപ്പുറത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ഇവിടെ സ്ക്രീനിൽ നിന്ന് അഭിനയിക്കുമ്പോൾ അവരവിടെ കാണുകയാണ് മോണിറ്ററിന്റെ മുന്നിലേ. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ആക്ഷൻ പറയുന്നത് തൊട്ട് മുന്നേ ഒരു പേടി ഉണ്ടാവും. ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ അത് മറന്നു പോകാറുണ്ടായിരുന്നു ഭാഗ്യത്തിന്. അവിടെ പുള്ളി ഇടുന്നുള്ളത് പിന്നെ മറന്നു പോകും, അത് വേറെ സത്യം. അത് ഒരു ഫാൻ മൊമെന്റിലൊക്കെ നിൽക്കുന്ന പോലെ അല്ലേ. ശങ്കരേട്ടനെ കാണുമ്പോ എനിക്ക് സംശയമാണ്, ദൈവമേ ഞാൻ തന്നെയാണോ. കാരണം ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏത് സിനിമ വെച്ചാലും പുള്ളി തന്നെയാണല്ലോ അല്ലേ. അതെ അതെ, ഭയങ്കര
അത് ഭയങ്കര ശരിക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ ഞാൻ ആ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ആ ചോക്ലേറ്റിന്റെ ഇതില്ലേ, പാരീസ് ചോക്ലേറ്റ് ഇല്ലേ, ആ പേപ്പർ ഇങ്ങനെ ഒരു പാവ പോലെ ആക്കിയിട്ട് കിട്ടുന്ന അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അതിനകത്ത്. ഞാൻ ഇപ്പോഴും ആ പാരീസ് ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഈ പാക്കറ്റായിട്ട് മേടിച്ച് കഴിക്കലുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കാറിൽ വെച്ചിരുന്നു. ആ പാരീസ് ചോക്ലേറ്റിന്റെ കവർ ഞാൻ ഇപ്പോഴും ആ കവർ മിഠായി എടുത്തിട്ട് ഞാൻ അത് അതേപോലെ പാവ പോലെ ആക്കി വെക്കലുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു സമയം വരെയൊക്കെ ഈ പാവ കിട്ടുന്ന പരിപാടി ഞാൻ മോളുടെ കുട്ടിക്ക് കൊടുക്കലുണ്ട് അങ്ങനെ ആക്കിയിട്ട്. ഇതേ കണ്ടോ ഇങ്ങനെ കുലുക്കി കുലുക്കി കാണിച്ചു കൊടുക്കും. അതിങ്ങനെ വിരലിൽ വെച്ച് തിരിക്കുമ്പോ അതിങ്ങനെ ആടുന്ന പോലെ ഫീൽ ചെയ്യുമല്ലോ. അതെ 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 അതൊക്കെ ഭയങ്കര ഒരു മെമ്മറി. അത് ശരിക്കും ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് അതൊക്കെ, അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും കറക്റ്റ് ആണ് പറഞ്ഞത്. ഞാനിപ്പോ ഇങ്ങനെ സ്കൂളിലേക്കൊക്കെ പോയി പെട്ടെന്ന് മിഠായിയൊക്കെ വാങ്ങിച്ച് അതിന്റെ കവർ ഇതുപോലെ പാവയൊക്കെ കെട്ടി നോട്ട്ബുക്കിനുള്ളിൽ സൂക്ഷിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. മിഠായി കമ്പനിക്കാരത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ല ഇപ്പൊ അങ്ങനെയല്ലേ പറഞ്ഞ വായന നീള പൊതിയിലൊക്കെ അല്ലേ പറഞ്ഞത്? അതെ അതെ മിഠായിയുടെ വലുപ്പവും അല്ലേ, അന്നൊരു കുഞ്ഞി പൊതിയിലെ കുഞ്ഞു സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം. അതെ 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 അന്നൊരു ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇത്തിരി ഒരു കുഞ്ഞു വിരലിന്റെ അത്രയും ഇല്ലേ, അത്രയും പോലും ചെറിയൊരു പൊട്ടേ ഉള്ളൂ. അതെ അതെ ഇപ്പൊ വിശപ്പടക്കാൻ വരെ ചോക്ലേറ്റ് മേടിച്ച് കഴിക്കുന്നുണ്ട്. ഇത് പറയുമ്പോഴേ ഇന്നത് ഈ രാവിലെയും കൂടെ ഞാനൊരു പാക്കറ്റ് ചോക്ലേറ്റ് കഴിച്ചിട്ടിരിക്കുക. പെട്ടെന്ന് എനിക്കത് ഓർമ്മ. ഞാൻ ചോക്ലേറ്റ് എനിക്ക് വിശന്നാൻ ചിലപ്പോ ഞാൻ ചോക്ലേറ്റ് മറ്റേ സ്നിക്കേഴ്സ് ഇല്ലേ അത് മേടിച്ച് കഴിക്കലുണ്ട്. വിശന്നാൽ നിങ്ങളല്ലാതാവുന്നൊക്കെ പറയുന്ന പോലെ. അതെ 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 അല്ല ഞാനിപ്പോഴും ട്രെയിനിലൊക്കെ പോകുമ്പോ എനിക്ക് വിശന്നാൽ ഞാൻ എപ്പോഴും ഒരു സ്നിക്കേഴ്സ് മേടിച്ച് വെച്ചേക്കും. എങ്ങാനും വിശക്കാണ് ട്രെയിനിൽ നിന്ന് മേടിച്ച് ഫുഡ് കഴിക്കില്ല. അപ്പൊ എങ്ങാനും വിശക്കാണെങ്കിൽ ഞാൻ ഇതും കഴിച്ച് കുറച്ച് വെള്ളവും കുടിക്കും. നിഷ ചേച്ചി ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ഇനി നാളെ മുതൽ എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകുമ്പോ എല്ലാവരും മിഠായി വാങ്ങിച്ച് പോക്കറ്റിലിട്ട് അത് കഴിക്കാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പോ ചെറിയ യാത്രയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതെ പറ്റില്ല. അതാണ്. എന്തായാലും ആ ഒരു ചോക്ലേറ്റ് മധുരത്തിന്റെ ഓർമ്മകളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടൊക്കെ കേട്ടിട്ട് വീണ്ടും തിരിച്ചു വരാം. SK ഹോട്ട്സ്പോട്ടിലോട്ട് കൂടെയുള്ളത് സെലിനാണ്. ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. ഞാൻ നിഷ ശാരൻ. എന്റെ ഏറ്റവും പുതിയ സിനിമയാണ് എഴുത്തോല. എഴുത്തോലയുടെ വിശേഷങ്ങളുമായി SK ഹോട്ട്സ്പോട്ടിൽ RJ സെലിനൊപ്പം. Once again welcome to SK Hotspot on സർഗക്ഷേത്ര 89.6 FM കൂടെ സെലനാണ് കേട്ടോ. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, നിഷ ചേച്ചിയാണ്. എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകർക്കൊക്കെ സുപരിചിതയായിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള വ്യക്തിയാണ്, നടിയാണ്. ഒരുപാട് സിനിമകളിലൂടെ നമുക്കൊക്കെ അറിയാവുന്ന, എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നമ്മൾ കണക്കാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരാളാണ് നിഷ ചേച്ചി എപ്പോഴും. ചേച്ചി കേശുവിൻ്റെയും അല്ലെങ്കിൽ ശിവയുടെയും മുടിയൻ്റെയും ഒക്കെ അമ്മയായിട്ട് അഭിനയിച്ച് തകർത്ത് പ്രേക്ഷക മനസ്സിൽ ഇടം നേടി. എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നീലു എന്ന കഥാപാത്രത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയും അല്ലേ? ഇപ്പോഴും നീലു ആയിട്ടാണ് എല്ലാവരും കാണുന്നത്, നമ്മുടെ കേശുവിൻ്റെയും ശിവയുടെ അമ്മയായിട്ട്. അത് ഇനി എങ്ങനെയാണ് അങ്ങനത്തെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ? അല്ല അത് ചിലപ്പോ ആദ്യമൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ ഞങ്ങൾ അച്ഛനും അമ്മയും മക്കൾ ഒറിജിനലാണെന്ന് ആൾക്കാര് ഒരുപാട് ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരുടെയും ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ അത് മനസ്സിലായി അല്ല എല്ലാവരും പല ഫാമിലിയാണെന്ന്. ഞാൻ ചിലപ്പോഴൊക്കെ ഉപ്പുമുളകിന്റെ ലൊക്കേഷൻ പറയാറുണ്ട്. ഞങ്ങള് അച്ഛനും അമ്മയും മക്കളും ഏകദേശം ഒരേ വൈബാണ്. അപ്പൊ അവിടെ ഷൂട്ടിങ് നമ്മളിപ്പോ ഷൂട്ട് ചെയ്തിട്ട് ഇടുന്നതിനേക്കാൾ കൂടുതൽ തമാശ ഷൂട്ട് ചെയ്തതിന് മുന്നേ ഞങ്ങൾ തമ്മിലുണ്ട്, എല്ലാവരും തമ്മിൽ. അതാണ് അപ്പൊ പറഞ്ഞു തന്നെ നമ്മള് ഫാമിലി ആയിട്ട് എല്ലാവരും ഇരുന്ന് കാണുന്ന ഒരു സീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപ്പും മുളകാണ്. എനിക്ക് തോന്നുന്നു സീരിയലായിട്ടൊന്നും നമ്മൾ അതിനെ കണ്ടിട്ടില്ല. എന്തോ അല്ലേ, എന്ത് പറയുമല്ലേ, സീരിയലാണോ സിനിമയാണോ അങ്ങനെ ഒരു പരിപാടി ഇരുന്ന് കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നീലു എന്ന കഥാപാത്രം അല്ലെങ്കിൽ കേശുവിന്റെയും ശിവയുടെയും ഒക്കെ വളർച്ച, ചെറിയ ഒരു പ്രായം മുതൽ അവര് വളർന്ന് വലിയ കുട്ടികളാകുന്നത് വരെ ചേച്ചിയുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു? അവരെ വളർച്ച കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? നമ്മുടെ കൂടെ നമ്മൾ കൊണ്ടുവരുന്ന പിള്ളേരാണ്, അവരൊക്കെ ഇപ്പോൾ വലിയ വലിയ ആൾക്കാരായി ഇങ്ങനെ മുന്നോട്ട് അവര് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ആ ഒരു സന്തോഷം അതെങ്ങനെയാണ്? അത് ഭയങ്കര സന്തോഷമല്ലേ? സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് 9 വർഷം ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. 9 വർഷമായി ഉപ്പുമുളക് തുടങ്ങിയിട്ട്. അതിന് ഇപ്പോഴും ആ സ്നേഹം, ഞങ്ങളിപ്പോ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളെല്ലാവരും പരസ്പരം വളരെ. പിന്നെ ഇപ്പോഴൊരു വ്യത്യാസം വന്നിരിക്കുന്നത് വെച്ചാൽ ക്യാരക്ടറിലൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ മറ്റേത് കുഞ്ഞുങ്ങളായിരുന്നു,
അപ്പൊ ആ ഒരു കുട്ടിത്തമായിരുന്നു അവര് കയ്യിലുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് പണ്ടത്തെ പോലെ നമുക്ക് അവരെ അനുസരിപ്പിക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. ഇനി അവര് അതിപ്പോ നമ്മുടെ സ്വന്തം മക്കളാണെങ്കിൽ പോലും എവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ പണ്ട് ഇരിക്കുമായിരുന്നു, ഇപ്പൊ ഇരിക്കാൻ പോയി പണി നോക്കാൻ പറയും. അത് കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസമൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ, സ്വഭാവം നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ വാശി പിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇന്നത്തെ തലമുറയാണ്, അപ്പൊ നമ്മൾ ആ ഒരു തലമുറയിലേക്ക് നമ്മൾ പോവാന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, നമുക്ക് ഒരിക്കലും ഒരാളെ മാറ്റിയെടുക്കാൻ പറ്റില്ല. നമുക്ക് സ്വയം മാറാനേ പറ്റുള്ളൂ. സ്വയം മാറാനേ പറ്റും. ഒരാളെ നമുക്ക് മാറ്റിയെടുക്കാന്ന് വിചാരിക്കണ്ട, നമുക്ക് സ്വയം മാറാനേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമുക്ക് സമാധാനം. എങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോഴത്തെ ജനറേഷന്റെ കാര്യമുണ്ടോ ഞാൻ പറഞ്ഞ, ഇവരുടെ കാര്യമല്ല പറഞ്ഞ, ഇപ്പോഴത്തെ ജനറേഷന്റെ കാര്യം പറഞ്ഞു. മനസ്സിലായി. അതൊരു നല്ല തോട്ടാണ് ആക്ച്വലി. നമുക്ക് ആരെയും മാറ്റാൻ പറ്റത്തില്ല, നമുക്ക് വേണമെങ്കിൽ അവരിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കാം അല്ലേ, അവരുടെ കൂടെ മിങ്കിളായിട്ട് പോവാനുള്ള മാർഗങ്ങൾ. നമ്മള് പറയുമ്പോ മാറാനല്ലല്ലോ എല്ലാരും ജീവിക്കുന്നത്, സ്വയം മാറാൻ എല്ലാവർക്കും പറ്റുള്ളൂ. നല്ല കാര്യമാണ് ചേച്ചി. അപ്പൊ നമ്മളെല്ലാവരെയും കൂടെ കൺസിഡർ ചെയ്ത് ഒരു ഒരുമയോടെ പോവുക, സ്നേഹത്തിലായിരിക്കുക എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ്. എളുപ്പമല്ലല്ലോ. അതും 9 നേരത്തെ പറഞ്ഞ പോലെ സന്തോഷം ഉണ്ടാവുള്ളൂ. അതെ, തീർച്ചയായിട്ടും. 9 വർഷമൊക്കെ ഒരേ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോ തന്നെ നമുക്കൊക്കെ അല്ലേ, നമ്മളിപ്പോ സ്വന്തം ഫാമിലിയിൽ പോലും നമ്മളിങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടുപോകാൻ എന്ത് ബുദ്ധിമുട്ടാണ്. മനഃപൂർവ്വം നമ്മൾ ആരും നോവിക്കാനായിട്ട് ഒന്നും ചെയ്യില്ല, ഒന്നും പറയില്ല. പക്ഷെ അറിയാതെ നമ്മൾ സംസാരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം അല്ലാന്ന് അവര് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റട്ടെ. പാട്ട് കേട്ടിട്ട് വന്നാലോ ചേച്ചി? നമ്മളെ സിനിമയിലെ പാട്ടൊന്നും ഇടണം കേട്ടോ. തീർച്ചയായിട്ടും. പാട്ടൊക്കെ പാട്ടില്ലേ, ആ പാട്ടില്ലേ, അത് ഭയങ്കര നല്ല പാട്ടാണ്. അതിനകത്ത് സത്യം പറഞ്ഞ ഈ സിനിമയിൽ എനിക്ക് അഭിനയിച്ച ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ സംഗീതവും അതുപോലെ തന്നെ ഈ പാട്ടും അതിനകത്ത് കംപ്ലീറ്റ് മ്യൂസിക്കും എല്ലാം നമ്മളൊരു പണ്ടത്തെ സർഗം സിനിമയില്ലേ, സർഗം മൂവിയൊക്കെ കണ്ട പോലെയാണ് ഈ സിനിമ. സത്യം പറഞ്ഞാൽ അതിനകത്ത് മ്യൂസിക് ഒക്കെ ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്. മോഹൻ സിത്താര സാറ് നമ്മളെ ഈ പടത്തിലേക്ക് പിടിച്ചു നിർത്തുന്നത് ഈ മ്യൂസിക് കൊണ്ടാണ് സത്യം പറഞ്ഞ. ഇപ്പൊ ആർട്ടിസ്റ്റുകളുടെ അഭിനയം മാറ്റി നിർത്തിയാല് അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് ഈ മ്യൂസിക്കിന്റെ ഇത്. നമ്മൾ ആ പഴയ വൈബിലേക്ക് എത്തിച്ചു ഈ ഒറ്റ പടം പുള്ളി. നമ്മളൊന്ന് ബാക്കിലോട്ട് പോയി. എനിക്ക് തോന്നുന്നു എല്ലാവരും സിനിമ കാണുന്ന എല്ലാവരും പാട്ട് കേൾക്കുന്ന എല്ലാവരും ഒന്ന് പഴയകാല ഓർമ്മകളിലേക്ക് പണ്ട് പഠിച്ചിട്ടുള്ള അക്ഷരം പഠിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ ആ പഴയകാല സിനിമകൾ കാണുന്ന ആ ഒരു ഫീൽ എത്തിച്ചു കളഞ്ഞു. നമ്മളിപ്പോ ആ പാട്ട് കേൾക്കുമ്പോൾ പോലെ ആ സർഗം സിനിമയിലാണ് ഈ പാട്ട് കേൾക്കുന്നത്. തീർച്ചയായിട്ടും. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഒരുപാട് പഴയ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെ ശ്രോതാക്കള്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പറയും പഴയ പാട്ടുകളോടാണ് താല്പര്യം, പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ മുതൽ അങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ പ്രിയപ്പെട്ടതാവട്ടെ ഈ എഴുത്തോല എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ എന്തായാലും നമ്മൾ എഴുത്തോലയിലെ പാട്ട് തന്നെ കേട്ടുകൊണ്ട് നമ്മൾ ഇനി തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എഴുത്തോലയിലെ പാട്ട് കേട്ടിട്ട് നിങ്ങൾ പറയൂ. സർഗക്ഷേത്ര 89.6 FM ഇങ്ങോട്ട് മെസ്സേജ് അയച്ചോളൂ, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. സിനിമയും കാണാൻ കേട്ടോ. പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. ഇത് സർഗക്ഷേത്ര 89.6 FM. ഞാൻ നിഷാ ശാരൻ. എന്റെ ഏറ്റവും പുതിയ സിനിമയാണ് എഴുത്തോല. എഴുത്തോലയുടെ വിശേഷങ്ങളുമായി SK ഹോട്ട്സ്പോട്ടിൽ RJ സെലിനൊപ്പം. ചേച്ചി, നമ്മളിനിയിപ്പോ എഴുത്തോല എന്ന സിനിമയെ പറ്റിയൊക്കെ ഇങ്ങനെ കുറെ സംസാരിച്ചുകൊണ്ട് വന്നല്ലോ. ഇടയ്ക്ക് മറ്റ് ഒരുപാട് സിനിമകളിലും ചെറിയ ചെറിയ റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് അല്ലേ? ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മറ്റ് സിനിമകളൊക്കെ ചെയ്ത്, അപ്പോൾ ഓരോ സിനിമകൾ ഇങ്ങനെ ചെയ്ത് പല രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ചേച്ചി ചെയ്യുന്നത്. അതെങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? ഇങ്ങനെ ഓരോ ക്യാരക്ടർ സ്വിച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ ഈ ചെയ്യുന്ന കഥാപാത്രമല്ല അടുത്തൊരു സിനിമയിൽ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു മൂവ് പിടിക്കാൻ പറ്റുന്ന ആ ഒരു ടോൺ എങ്ങനെ പിടിച്ച്? എനിക്ക് തോന്നുന്നു എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ ആ ഒരു കഥാപാത്രം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു എന്ന് പറയില്ലേ, അതുപോലെയുള്ള കഥാപാത്രങ്ങളാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു ഭാഗ്യമാണ്, നല്ലൊരു ഭാഗ്യം കൊണ്ട് അങ്ങനെ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നു എന്നൊക്കെ. നല്ല സിനിമകളുടെ ഭാഗമാകാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് എന്റെ അടുത്ത ചോദ്യം. അല്ല, അതെന്ന് വെച്ചാല് ഞാനിപ്പോ കുറച്ചു നാളുകൊണ്ട് ഉപ്പുമുളക് വന്ന് ഒന്ന് സെറ്റായി. എന്റെ ഒരു ജോലി അതിനകത്ത് കിട്ടുന്ന വരുമാനം ഇതായിരുന്നു എന്റെ മനസ്സിൽ, എന്റെ കലാരംഗത്ത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചിരുന്നത്. കാരണം കുടുംബം ആണല്ലോ നമുക്ക് എല്ലാവർക്കും ഏറ്റവും വലുത്.
അപ്പൊ കുട്ടികളെ മര്യാദക്ക് വളർത്തിക്കൊണ്ടു പോകണമെങ്കിൽ വരുമാനം ആവശ്യമാണ്. അപ്പൊ അവിടെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കഥ കേൾക്കാനോ അല്ലെങ്കിൽ പറയുന്ന കിട്ടുന്ന കഥാപാത്രങ്ങൾ നോക്കി അഭിനയിക്കാനോ ഒന്നും പറ്റുന്ന ഒരു റേഞ്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ആ റേഞ്ചിലൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ഉള്ളില് ആഗ്രഹം ഉണ്ടാവുമല്ലോ നമുക്ക് നല്ല കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്ത് ചെയ്യണമെന്ന്. അപ്പൊ ഞാന് ആ റേഞ്ചിൽ എത്തിയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ കുമ്പള ഉള്ളത് കൊണ്ട് ഞാൻ ആ വരുമാനം എന്നെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഭഗവാന്റെ അനുഗ്രഹമാണ് അതിങ്ങനെയുള്ളത്. അപ്പോ അതുകൊണ്ട് ഞാൻ സിനിമ വരുമ്പോ സെലക്റ്റീവ് ആവാൻ നോക്കാറുണ്ട്. കാരണം കേട്ടിട്ട് എനിക്ക് ഇഷ്ടം വരുമല്ലോ. ചില കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യാത്തതാണ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതാണ്, നമ്മളിത് ചെയ്താൽ നമുക്ക് നല്ലതാണ് എന്ന് തോന്നുമല്ലോ. അപ്പൊ അങ്ങനത്തെ വരുമ്പോ സെലക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, മനസ്സിലായി. അങ്ങനെ വളരെ സെലക്റ്റീവായിട്ട് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞല്ലോ, ഞാനൊരു ചെറിയ കഥ കേട്ടായിരുന്നു. മുഴുവനായിട്ട് കേട്ടില്ല, ചേച്ചി തന്നെ പറയുവാണെങ്കിൽ കുറച്ചുകൂടെ രസമാണല്ലോ. ഞാൻ കുറച്ച് ക്ലൂ തരാം. കൃഷ്ണ ഭക്തയാണ്, വിഗ്രഹം, ഗുരുവായൂർ, അങ്ങനെയൊക്കെ. എന്താണ് സ്റ്റോറി? അതൊന്നുമില്ല. അത് ഞാന് പണ്ട് എന്റെ കുട്ടികളും ഞാനും കൂടെ ഇടയ്ക്ക് ഗുരുവായൂർ പോക്കുണ്ട്. ഇടയ്ക്ക് പോയ സമയത്ത് ഞങ്ങളിങ്ങനെ എല്ലായിടും അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാൻ ഇറങ്ങിക്കഴിയുമ്പോ കടകളിലൊക്കെ നമ്മൾ നോക്കുമല്ലോ. അപ്പൊ എപ്പോഴും ഞാൻ ഒരു കണ്ണനെ തിരയുന്നുണ്ടായിരുന്നു. എന്നെ ആകർഷിക്കുന്ന ഒരു കണ്ണൻ, എപ്പോഴും എല്ലാ കണ്ണനെയും ആകർഷണം തന്നെ. പക്ഷെ നമുക്കൊരു വേറെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരെണ്ണം തോന്നുമല്ലോ. അങ്ങനെ ഒരു കണ്ണനെ ഞാൻ ഒരിക്കൽ കണ്ടപ്പോ എനിക്ക് ആ കണ്ണനെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. അത് കണ്ണിലൊക്കെ ഒരു വല്ലാത്തൊരു ചൈതന്യം കേട്ടോ. ശരിക്കും നമുക്കൊരു കുട്ടി, ഒരു 3-4 വയസ്സുള്ള ഒരു കുട്ടിക്കണ്ണൻ, 4 വയസ്സൊക്കെ ഉള്ള ഒരു 5 വയസ്സിന് 4 വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള ഒരു കുട്ടിക്കണ്ണൻ. കയ്യിലാണെങ്കിൽ ഓടക്കൂടലല്ല, വെണ്ണക്കലാണ് പിടിച്ചിരിക്കണേ, കൊതിയെ. അടിപൊളി. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ആ വെണ്ണ ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ്. കയ്യില് വെണ്ണ ഇങ്ങനെ തുളുമ്പി താഴോട്ട് വീഴാറായി നിൽക്കുന്ന കലം, ഒരു സ്വർണ്ണക്കലം. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര അട്രാക്ട് ചെയ്തു. അപ്പൊ പിള്ളേരുടെ ആകുമ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോ ഈ കണ്ണനെ വാങ്ങിച്ച് പോയാലോ. അപ്പൊ ആ പിള്ളേർ പറയാം, അമ്മ വണ്ടിക്കാശ് തരൂല്ലല്ലോ, ഓട്ടോക്ക് പോകാൻ ക്യാഷ് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു ഇറങ്ങിയിട്ടേ. അപ്പൊ ഞാൻ അത് കുഴപ്പമില്ല, നമുക്ക് ബസ്സിന് തന്നെ പോവാം, എന്നിട്ട് പിന്നെ അങ്ങ് നടന്നു പോകാം. അപ്പൊ ഈ കൃഷ്ണനെ പിടിച്ച് നടന്നു പോകണ്ടേ? ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ പോവാം, എനിക്ക് ഈ കൃഷ്ണനെ കിട്ടിയില്ലെങ്കിൽ വിഷമോ, ഇവിടുന്ന് പോകുമ്പോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങള് അത് മേടിച്ചിട്ട് പോയി. തിരിച്ച് ഞങ്ങള് ബസ്സിൽ കയറി അവിടെ ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ കുറെ നടക്കാറുണ്ട്. അപ്പൊ ഈ കണ്ണനെ പിടിച്ച് നടന്ന് വീട്ടിലെത്തി. കാരണം പിന്നെ കാശില്ല, ഓട്ടോയ്ക്ക് പോകാനൊന്നും കാശില്ല. പക്ഷെ ഈ കൃഷ്ണൻ വീട്ടിലെത്തിയിട്ട് എനിക്ക് 2 പെൺകുട്ടികളാ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞിട്ട് ഈ കണ്ണനെ വെത്തിയപ്പോ വേറൊരു മകനെ കൂടി കിട്ടിയ ഫീലാണ്. പിന്നെ എപ്പോഴും എനിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ കണ്ണനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് എനിക്കത് മാറ്റിത്തരാറുണ്ട്. അടിപൊളി. അത് 100%, 100 അല്ല 101% എനിക്ക് എപ്പോഴും മാറ്റി തന്നിട്ടേ ഉള്ളൂ. അപ്പൊ അത് ഭയങ്കര അത്ഭുതമാണ്. അതിവിടെ നമ്മുടെ വീട്ടിൽ വരുന്ന എനിക്ക് ഇടയ്ക്ക് സഹായിക്കാനായിട്ട് വരുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവര് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ തൂത്ത് വരുമ്പോ ഈ കണ്ണനെ കാണുമല്ലോ മുകളിലിരിക്കണേ. അപ്പൊ അവര് ചിലപ്പോഴൊക്കെ അവരെന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോ അവർക്കും ഇതുപോലെ തന്നെ സാധിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അവര് പറയുന്നുണ്ട്. അടിപൊളി. അപ്പൊ നമുക്ക് കണ്ണനെ വന്നാ കാണാൻ പറ്റുമോ? കണ്ണനെ എപ്പോഴേലും വന്നാൽ മതി, കാണിച്ചു തരാം. കണ്ണനെ ഇവിടെ ഇങ്ങനെ മറ്റേ കസവ് മുണ്ടും കസവ് ഷോളും കസവ് തൊപ്പിയൊക്കെ വെച്ചിരിപ്പുണ്ട്. ഞാനിങ്ങനത്തെ ഉണ്ടാക്കി ഇങ്ങനെ ഉടുപ്പിച്ചിരുത്തിയൊക്കെ ആ ഷോളൊക്കെ. ഒരു മോനെ പോലെ ഇങ്ങനെയല്ലേ, ഒരു മകനെ പോലെ ഇങ്ങനെ സ്നേഹിച്ച് കൂടെ ഇരുത്തിയിരിക്കുവാണ്. കൊള്ളാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരു കണ്ണനെ കാണാനായിട്ടേ നമുക്ക് ഇങ്ങനെ കേൾക്കുന്ന എല്ലാവർക്കും തോന്നുന്നുണ്ടാവും, എനിക്ക് മാത്രമല്ല. അപ്പൊ കണ്ണനെ കാണാനായിട്ട് ഇങ്ങനെ തോന്നി പോവാണ് ചേച്ചിയുടെ കഥ കേട്ടപ്പോ. അത് ഓരോരുത്തരുടെ, ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോ ചിലപ്പോ ഇതെന്താണ് അയ്യേ എന്ന് തോന്നാം ഇല്ലേ? ചില ആൾക്കാർക്ക് എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ, അതൊക്കെ ഒരു വിശ്വാസമല്ലേ എന്നൊക്കെ അതാണ് വിശ്വാസമാണ്. വിശ്വാസം എല്ലാവർക്കും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് അതിന്റെ സത്യം. കറക്റ്റ് ആണ് അല്ലെ? എനിക്ക് വിശ്വാസം ഉണ്ടാവാം, മറ്റൊരാൾക്ക് വിശ്വാസം ഇല്ലായിരിക്കും. വിശ്വാസം എന്നുള്ള സംഭവം സത്യമാണ്, വിശ്വാസം സത്യമാണ്, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അല്ലേ? അതെ, വ്യത്യസ്തം. എന്തായാലും ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക, നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുകൾ വരുന്നുണ്ട്. നമ്മൾ എഴുത്തോല എന്ന സിനിമയെ പറ്റിയുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിശചേച്ചിയാണ് നമ്മുടെ കൂടെയുള്ളത്. ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതൂരും കരുതലായി കാലത്തിനൊപ്പം.
SK ഹോട്ട്സ്പോട്ട്. ഞാൻ നിഷാശാരൻ. എന്റെ ഏറ്റവും പുതിയ സിനിമയാണ് എഴുത്തോല. എഴുത്തോലയുടെ വിശേഷങ്ങളുമായി SK ഹോട്ട്സ്പോട്ടിൽ RJ സെലിനൊപ്പം. അങ്ങനെ ഒരു കുട്ടിക്കണ്ണന്റെ കുട്ടിക്കൃഷ്ണന്റെ വെണ്ണകെട്ട് തിന്നുന്ന കൃഷ്ണന്റെ കഥയൊക്കെ നമ്മൾ കേട്ടു. ഇങ്ങനെ നിഷ ചേച്ചി ആ കഥയൊക്കെ ഇങ്ങനെ വളരെ സ്നേഹത്തോടെയാണ് പറയുന്നത്. ചേച്ചിയുടെ ആ കഥ കേട്ടപ്പോഴേ കുട്ടികളോട് ചേച്ചിക്ക് ഓൾറെഡി ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. കുട്ടികളുമായിട്ടൊക്കെ സ്ക്രീൻ സ്പേസ് പങ്കിടാനായിട്ട് ഒരുപാട് ചാൻസസ് ലഭിച്ചിട്ടുണ്ട് ചേച്ചിക്ക്. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് അങ്ങനെയാണ് ഭാഗ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടിക്കണ്ണന്റെ കഥയൊക്കെ കേട്ട് നമ്മളിങ്ങനെ വരുമ്പോഴേ മമ്മൂക്കയുടെ വക അപ്രിസിയേഷൻ ഒക്കെ കിട്ടി, അഭിനന്ദനങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ കേട്ടല്ലോ. അഭിനന്ദനങ്ങളോ നല്ല വാക്കുകളൊക്കെ പറഞ്ഞെന്നോ ഒക്കെ കേട്ടല്ലോ. ഇല്ലില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അഭിനന്ദനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് മറ്റു പ്രോഗ്രാം ചെയ്തപ്പോ പ്രശ്നം വന്നപ്പോ മാനസികമായിട്ട് നമ്മളിപ്പോ ഭയങ്കര ടെൻഷൻ അടിച്ച് അങ്ങനെ ഒരു വിഷയം വരുമ്പോ അത് ലൈവ് പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് രാവിലെ നേരം വെളുക്കുമ്പോ ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ചെയ്തത് അബദ്ധമായി പോയത്. കാരണം വെച്ചാല് ഞാൻ ഒരാളെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന ഒരാളല്ല. അപ്പൊ അവര് ചാനലിൽ വന്ന് ഇങ്ങോട്ട് വന്ന് ഇന്റർവ്യൂ എടുത്തു, അതങ്ങ് പോവുകയും ചെയ്തു. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന സത്യങ്ങൾ അവർ ചോദിച്ചപ്പോ എന്റെ ആ സമയത്തെ വേദന കൊണ്ട് ചോദ്യങ്ങൾ കേട്ടപ്പോ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. കാരണം നമുക്ക് എപ്പോഴും നമ്മളെ മനസ്സിന്റെ സാന്ത്വനമാണ് വലുത്, അല്ലേ? നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടുന്നത് നമ്മൾ ചിലപ്പോൾ ഒരാളോട് പറഞ്ഞു കഴിയുമ്പോഴാണെങ്കിൽ നമ്മൾ അത് ചിന്തിക്കും, ഓക്കെ പറഞ്ഞേക്കാമെന്ന് നമ്മുടെ മനസ്സ് സ്വയം സമ്മതിക്കും പറയാൻ. അപ്പൊ അങ്ങനെ മനസ്സ് സ്വയം സമ്മതിച്ചപ്പോഴാണ് എനിക്കത് പറയേണ്ടി വന്നത്, ഉള്ള സത്യം. അപ്പൊ ആ സത്യം പറഞ്ഞു കഴിയുമ്പോഴേ അയാൾക്ക് വേദനിക്കുന്ന നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ. പിന്നീട് ഞാൻ പറഞ്ഞു കഴിയുമ്പോ ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞു, അയാളുടെ ഫാമിലിക്ക് വേദനിക്കും, അയാൾക്ക് വേദനിക്കും. അത് പറയണ്ടായിരുന്നു, ഞാൻ സ്വയം അങ്ങനെ അനുഭവിച്ച് തീർത്താൽ മതിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും ചില സമയത്തൊക്കെ ചില കാര്യങ്ങൾ, ഇല്ലേ? നമ്മൾ ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞു, നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മാക്സിമം ക്ഷമിക്കാൻ നോക്കി. പ്രതികരിച്ചാൽ അതൊരു വിഷയമാക്കണ്ട എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ക്ഷമിക്കാൻ നോക്കും. ക്ഷമിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തലേക്കറി നൃത്തം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ മനസ്സിലായി നമ്മൾ പ്രതികരിച്ചു. അതെ, പ്രതികരിച്ചു. പിന്നീട് നമുക്ക് തോന്നുമല്ലേ പ്രതികരിക്കണ്ടായിരുന്നു, അത്രയ്ക്ക് വേണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോ പിറ്റേ ദിവസം രാവിലെ തന്നെ വരുന്നത് മമ്മൂക്കാന്റെ കോള്. ഫസ്റ്റ് കോള് പറഞ്ഞ മമ്മൂക്കാന്റെയാണ്. അപ്പൊ നമുക്കേ ഒരു ആശ്വാസം കിട്ടുമല്ലോ. പ്രതികരിക്കുന്നത് തെറ്റല്ല, നമ്മൾ പ്രതികരിക്കുന്നത് തെറ്റല്ല എന്ന് അന്നേരം എനിക്ക് മനസ്സിലായി തുടങ്ങി. കാരണം നമ്മൾ പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്ക് പ്രതികരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നീതി കിട്ടുള്ളൂ. അന്നേരം എനിക്ക് ആ വാക്കുകൾ ഭയങ്കര ഒരു ആശ്വാസം നൽകി. എന്താണ് വാക്കുകളെന്ന് വേറെ ഒന്നും അല്ലായിരുന്നു, ടെൻഷൻ അടിക്കേണ്ട, ഇപ്പോ ഇങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് പ്രോഗ്രാം നഷ്ടപ്പെടും, അതുകൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാകും എന്നൊന്നും വിഷമിക്കേണ്ട. സിനിമ ഉണ്ടാവും, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഇപ്പൊ വിഷമിക്കേണ്ട ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നിന്റെ കൂടെ എന്നൊരു വേർഡ് നമുക്ക് ഒരാളിൽ നിന്ന് കേൾക്കുമ്പോ അതൊരു വല്ലാത്ത ഇതാണ്. നമ്മളെ പിന്നീട് അവര് സഹായിച്ചില്ലോ എന്നുള്ളതല്ല, ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരാശ്വാസം. നമ്മൾക്ക് ഒരുപാട് വിശന്നിരിക്കുമ്പോ ഒരു ഇച്ചിരി ഭക്ഷണം, ഒരു ചോക്ലേറ്റ് ആണെങ്കിലും കിട്ടിയാൽ വലിയ ഉപകാരമാണെന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെയാണ് നമുക്ക് വിഷമിച്ചിരിക്കുമ്പോ ഒരു സാന്ത്വന വാക്ക്. അപ്പൊ ആ ഒരു സാന്ത്വന വാക്ക് എനിക്ക് കിട്ടിയത് ഭയങ്കര വല്ലാത്തൊരു ഇതാ. പിന്നെ അതിനുശേഷം ഒരുപാട് ആൾക്കാർ വിളിച്ചു കേട്ടോ, ആർട്ടിസ്റ്റുകൾ തന്നെ. സിദ്ദിഖേട്ടൻ വിളിച്ചു, ബാബുരാജേട്ടൻ വിളിച്ചു, ജയസൂര്യ വിളിച്ചു, അങ്ങനെ കുറെ പേര് വിളിച്ചു കേട്ടോ. അപ്പൊ അതൊക്കെ അവരൊരു നന്മ മനസ്സുകൊണ്ടാണ് അവർ വിളിച്ച് നമ്മളെ ആശ്വസിപ്പിച്ചത്. അതും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ആളുകളിൽ നിന്ന് നമുക്ക് പിന്നെ ഒരുപാട് ഇൽക്കാരെ വിളിച്ചു. മറ്റേ സജിതാ മഠത്തിൽ രഞ്ജിനി ചേച്ചിയില്ലേ, പണ്ട് ചിത്രം സിനിമയിലെ രഞ്ജിനി ചേച്ചി, അങ്ങനെ കുറെ ആൾക്കാരെ വിളിച്ചു. ഇപ്പൊ എല്ലാവരെയും പേരിപ്പോ ഞാൻ പെട്ടെന്ന് പറയാൻ പറ്റാത്തോണ്ടാണ്. അപ്പൊ ആരെങ്കിലും അത് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഓർത്തോർത്ത് പറയാൻ കുറെ വർഷമായല്ലോ ഇപ്പൊ, അതുകൊണ്ട്. പിന്നെ പാർവതി ചേച്ചിയില്ലേ, നമ്മുടെ മാല പാർവതി ചേച്ചി, പിന്നെ ഭാഗ്യലക്ഷ്മി ചേച്ചി, അങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിച്ചു. എല്ലാവരും വിളിച്ചു. അങ്ങനെ നമുക്കൊരു പ്രശ്നം വന്നപ്പോ അല്ലെങ്കിൽ നമ്മളോട് ഒരു സ്നേഹത്തോടെ ഒരു വാക്കല്ലേ, അത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് എന്തായാലും ആ ഒരു ദിവസം കൊണ്ട് ഇനി ചേച്ചിക്കും അങ്ങനെ മറ്റുള്ളവരുടെ എന്തെങ്കിലും ദുഃഖങ്ങളിലൊക്കെ. മമ്മൂക്കാന്റെ കാര്യം പറഞ്ഞപ്പോ വേറൊരു കാര്യം ഓർത്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സമയത്ത് ഒരു കൈരളിയിലെ ഒരു അടുക്കളപ്പുറം ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ച എന്നൊരു മൂവി ചെയ്യാൻ വേണ്ടി വിളിക്കണം. അപ്പൊ അവിടെ കാഴ്ചക്ക് എന്ത് കഴിഞ്ഞപ്പോ മമ്മൂക്കാന്റെ പോലെ സീനായിരുന്നു ഫസ്റ്റ് സീന്. അപ്പൊ മമ്മൂക്ക ആ സമയത്ത് അത് അഭിനന്ദനം തന്നെയായിരുന്നു. നമുക്ക് അപ്പൊ പറഞ്ഞു, ഞാൻ അടുക്കളപ്പുറം കാണാറുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ACV അന്നേരം ഒരു മാധവിക്കുട്ടിയമ്മേന്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ മാധവിക്കുട്ടിയമ്മേന്റെ ക്യാരക്ടർ ചെയ്യുന്നുണ്ടായിരുന്നു, ഡോക്യുമെന്ററിയിൽ. അപ്പൊ അത് ചെയ്തപ്പോ അവരുടെ വീട്ടില് എല്ലാരും കാണാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് നന്നായി ചെയ്യുന്നുണ്ട്, അത് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അതൊരു വലിയ അഭിനന്ദനം തന്നെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും.
നിരീക്ഷിക്കുന്നുണ്ടല്ലോ. അതാണ് അത് അത്രയും ചെറിയൊരു പ്രോഗ്രാം ഇത്രയും വലിയൊരാള് കാണുന്നു എന്ന് പറയുന്നത്, അത് നമ്മളോട് അത് അതിനെ കുറിച്ച് സംസാരിക്കണോ, നന്നായി ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേട്ടപ്പോഴേ അത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണത്. അത് നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാൾ പറയുമ്പോഴേ നമ്മൾ ഒരു നടനെ കുറിച്ച് നമ്മൾ വാചാലയാകുന്നതും അവരിൽ നിന്നൊരു കുഞ്ഞ് വാക്കാണെങ്കിൽ അത് നമുക്ക് വലിയ വാക്കായി നമ്മൾ കാണുന്നതും നമ്മളത് ഒരാളോട് നമ്മളത് പ്രസന്റ് ചെയ്യുന്നതും ഒക്കെ അവര് നമുക്ക് നാളെ ഒരു ക്യാരക്ടർ വിളിച്ച് തരാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലായി. ചില ആൾക്കാർ ചിലതിലൊക്കെ കമന്റ് കണ്ടിട്ടുണ്ട് ഞാനിങ്ങനെ, അപ്പൊ നാളെ ഞാൻ മമ്മൂക്കായെ കുറിച്ച് പറയുമ്പോ മമ്മൂക്ക വേറെ സിനിമയിൽ റെക്കമെൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചില ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്. അത് നമ്മളിപ്പോ അവര് ആരാധിക്കുന്നില്ലേ, അവര് എല്ലാ മനുഷ്യരും ആരാധിക്കുന്നത്. സിനിമാ നടനോ സിനിമാ നടിക്ക് മാത്രമല്ല, എല്ലാവർക്കും ആരാധിക്കാം എല്ലാവരെയും. അപ്പൊ നമ്മളത് മറ്റൊരാളോട് പറയാൻ ഒരു അവസരം കിട്ടുമ്പോ പറയുന്നത് അവര് നാളെ നമ്മളെ റെക്കമെൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല, നമുക്ക് അവരോടുള്ള ഒരു ഇഷ്ടമാണ് പറയണേ. എനിക്ക് അജിത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. തമിഴിലെ അജിത്തില്ലേ, തല. കുട്ടികളോട് തല എന്ന് പറഞ്ഞാൽ മതി. അതെ അതെ അതെ, അതുപോലെ തന്നെ അജിത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതെന്ന് വെച്ചാല് നമ്മളൊരു നടനെ അല്ലെങ്കിൽ നടിയെ നമ്മൾ അവരുടെ അഭിനയം ഒരു വേറൊരു ലെവല്, ഒപ്പം അവരുടെ ക്യാരക്ടറും കൂടെ വേറെ ലെവലാവുമ്പോ നമുക്ക് അവരോടൊരു ദൈവത്തെ പോലൊരു ആരാധന വരും. തീർച്ചയായിട്ടും. ഇപ്പൊ ഭയങ്കര നല്ല ഒരു പെർഫോമർ ആണ്, എല്ലാവരും ആരാധിക്കുന്ന ഒരു വലിയൊരു പെർഫോമർ ആണ്. പക്ഷെ സ്വഭാവം കൊണ്ടില്ലെങ്കിൽ തീർന്നില്ലേ. രണ്ടും കൂടെ ഒരുമിച്ച് ഒരാൾക്ക് വരുമ്പോ നമുക്ക് അവര് ദൈവത്തെ പോലെ തോന്നും. ഇത് ഞാൻ തുറന്നു പറയുന്നത് എനിക്കൊരു മടിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ദേഷ്യം തോന്നുന്നെങ്കിൽ എല്ലാവരും കൊള്ളൂലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രയും വലിയ പെർഫോമർ ഇത്രയും നല്ല ക്യാരക്ടറും കൂടി ആകുമ്പോൾ നമ്മൾ അവരെ ദൈവത്തെ പോലെ കാണുന്നത്. നമ്മൾക്കറിയാതെ ഒരു സ്നേഹം തോന്നുമല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പൊ ഒരുപാട് നല്ല പെർഫോമൻസ് നല്ല ക്യാരക്ടറുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ആരാധിക്കുന്ന ഒരാളെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പൊ ഞാൻ വളരെ നോർമലായിട്ട് അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി പറയുവാണ്, ഇപ്പൊ മമ്മൂക്കയെ പറ്റി സംസാരിച്ചതുകൊണ്ടൊന്നുമല്ല, പക്ഷെ മമ്മൂക്കയുടെ സിനിമകളിലും അതുപോലെ അജിത്തിന്റെ സിനിമകളിലൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം ചേച്ചിക്ക് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കണം പോലുമല്ലോ, ഒരിക്കൽ പോലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചല്ല ഒരു കാര്യം സംസാരിക്കുക. എനിക്കുള്ളത് എനിക്ക് വരും, എനിക്കുള്ള അന്നം എനിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അതേ എനിക്ക് കിട്ടുള്ളൂ. ഞാൻ മറ്റൊരാളുടെ കൈയിട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും. അത് നമ്മളൊരാളെ കുറിച്ച് പറയുമ്പോ അവര് നമുക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ പറയണേ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ സിദ്ദിഖേട്ടന്റെ അഭിനയം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് അദ്ദേഹം. ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയർ അത് തന്നെയാണോ ശരിക്കും. അതായത് പ്രത്യേക അഭിനയ ശൈലിയാണ്. അപ്പൊ അദ്ദേഹത്തോടൊക്കെ നമുക്ക് ഭയങ്കര ആരാധന തന്നെയാണ് അല്ലെ. ആക്ടിംഗ് ബേസ് അദ്ദേഹം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് സിദ്ദിഖേട്ടൻ. നമുക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ചില കഥാപാത്രങ്ങളോട് നമുക്കൊരു പ്രത്യേക സ്നേഹം തോന്നും. അതുപോലെ തന്നെയാണ് ചില നടന്മാരുടെ ക്യാരക്ടറിനോട് നമുക്കൊരു സ്നേഹം തോന്നുന്നത്, അവരെ നമ്മൾ അറിയുമ്പോ. അതാണ് ഓരോരുത്തരുടെ അതാണ് മമ്മൂക്കാന്റെ എന്ന് വെച്ചാൽ ആർക്ക് പ്രശ്നം വന്നാലും, എനിക്കെന്നല്ല കേട്ടോ, ആർക്ക് പ്രശ്നം വന്നാലും മമ്മൂക്ക ഇൻഡസ്ട്രിയിലുള്ളവർക്ക് മാത്രമല്ല പുറത്തൊരു വലിയ വിഷയം വന്നാലും ആ ഫാമിലിയിൽ ചെന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും. ഇല്ല, ഇപ്പൊ വിസ്മയുടെ ആണോ ഏതിന്റെയാണ് വിസ്മയുടെ ആണോ ഏതൊക്കെയോ ഒരുപാട് ഫാമിലിയിൽ മമ്മൂക്ക ചെന്നിട്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് സഹായം ചെയ്യുന്നു. മറ്റേ മധുവിന്റെ പ്രശ്നത്തിലൊക്കെ അല്ലെ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട്. അപ്പൊ അതൊക്കെ ഒരു ദൈവത്തിന്റെ മനസ്സാണത്. അത് വല്ലാത്തൊരു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് ഒരു ആരാധന റെസ്പെക്ട് ഒക്കെ ഉണ്ടാകുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നണില്ല. ഇല്ല. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, എന്തായാലും ചേച്ചിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ അല്ലേ. ഒരുപാട് സിനിമകൾ ഇനിയും അങ്ങോട്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ. നമുക്ക് ചേച്ചിയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഇനിയും നല്ല നല്ല സിനിമ കഥാപാത്രങ്ങൾ പറഞ്ഞോളൂ അങ്ങനെ തന്നെ സംഭവിക്കട്ടല്ലേ ചേച്ചി. അതെ അതെ അതെ, അതിപ്പോ മമ്മൂക്കാന്റെ കൂടെ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെയും കൂടെ ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം. പിന്നെ നമുക്ക് അഭിനയിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു, അപ്പോ നമുക്ക് എല്ലാവരുടെയും ഒപ്പം അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്താണെങ്കിലും. അതെ തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഉറപ്പായിട്ടും. പിന്നെ ആരുടെ ഒപ്പം അഭിനയിക്കാനും നമുക്ക് ആഗ്രഹം തന്നെയാണ്. നമ്മൾ ജോലി അഭിനയമാണെങ്കിൽ നമുക്ക് ആരുടെ ഒപ്പം അഭിനയിക്കുന്നതും സന്തോഷം തന്നെയാണ്. നമുക്ക് വലുത് നമ്മുടെ ക്യാരക്ടർ ഭംഗിയാക്കുക എന്നുള്ളതും ആ സിനിമ ഭംഗിയാക്കുക എന്നുമാണ്. അവിടെ ആരഭിനയിച്ചാലും നമുക്ക് സന്തോഷം തന്നെയാണ്. ഓക്കേ, അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷത്തിൽ പാട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. SK ഹോട്ട്സ്പോട്ട് ആണ്, കൂടി സെലിനാണ് ഓൺ സർഗീക്ഷേത്ര 89.6 FM. കാതൂരും കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. ഞാൻ നിഷ ശരൺ.
എന്റെ ഏറ്റവും പുതിയ സിനിമയാണ് എഴുത്തോല. എഴുത്തോലയുടെ വിശേഷങ്ങളുമായി SK ഹോട്ട്സ്പോട്ടിൽ RJ സെലിനൊപ്പം. അഗ്നിസാക്ഷി എന്ന സിനിമ, ആദ്യത്തെ സിനിമയില് ശോഭന ചേച്ചിയുടെ കൂടെ ഒരു വേഷം ചെയ്യുന്നുണ്ടല്ലോ, ഒരു നമ്പൂതിരിക്കുട്ടിയുടെ റോള് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ചേച്ചി എവിടെയോ പറയുന്നത് കേട്ടതാണ്, അഭിനയിക്കാനൊന്നും അന്ന് ആഗ്രഹിച്ചിട്ടുമില്ല, വശവുമില്ല, അങ്ങനെ എങ്ങനെയോ അതിലെത്തിപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഒരു പടത്തിലേക്ക് നമ്മള് എന്റെ വീടിനടുത്തുള്ള ഒരാള് വേറൊരാളടുത്ത് പറഞ്ഞിട്ട് അവരാണ് നമ്മളുടെ അടുത്ത് വന്ന് ഇങ്ങനെ അതിനകത്തൊരു തിരുവാതിര കളിക്കാനും ഒക്കെ ആയിട്ട് വിളിക്കുന്നു. അപ്പൊ അവിടെ ചെല്ലണു, പിറവത്താണെന്ന് പറയുന്നു. അപ്പൊ പിറവത്ത് എന്റെ ചിറ്റേന്റെ വീടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി. അപ്പൊ ചിറ്റയുടെ വീട്ടിലേക്ക് അവര് വണ്ടി വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണേ, തിരുവാതിരയ്ക്ക് നിന്ന അവരെന്നെ കണ്ടപ്പോ അവരൊരു നമ്പൂതിരി കുട്ടിയുടെ ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ട്, അതൊന്ന് ചെയ്യാമോന്ന് ചോദിച്ചു. തിരുവാതിരയ്ക്ക് നിൽക്കണ്ട, ഒരു ഒറ്റ ഡയലോഗേ ഉള്ളൂ, നിൽക്കാമോന്ന് ചോദിച്ചു. ഓ ശരി എന്ന് പറഞ്ഞു, നിന്നു. അങ്ങനെ അഭിനയിച്ചു. അപ്പൊ ശോഭന മാമിന്റെ കൂടെയാണ് സീൻ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. എന്താണ് കാണാലോ, അതൊരു വലിയ സന്തോഷമല്ലേ. നമ്മളൊക്കെ ഏറ്റവും ആരാധിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക, അവരുടെ കൂടെ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്കത് വലിയ ലോട്ടറി തന്നെയാണ് ആദ്യമായിട്ട് അഭിനയിക്കുമ്പോ. പക്ഷെ എനിക്ക് അവിടെ കാണാന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ സ്ക്രീനിൽ കാണാനുള്ള സന്തോഷമൊന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ ആ സിനിമ വന്നിട്ട് കണ്ടതുപോലുമില്ല സത്യം. ഇപ്പോഴും ഞാനത് ആ പടം കംപ്ലീറ്റ് ഒന്നും കണ്ടിട്ടില്ല. എപ്പോഴും ടിവിയിൽ ഒരു ഇച്ചിരി ഇങ്ങനെ എപ്പോഴോ കണ്ടു, ഒരു ഇച്ചിരി, അത്രയും ടൈം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും ടൈമിൽ ഒരു ഇച്ചിരി കണ്ടു, അത്രേ ഉള്ളൂ. ആദ്യമായിട്ട് അഭിനയിച്ചൊരു പടം ഇന്നുവരെ കാണാത്ത ഏക ആർട്ടിസ്റ്റ് ചിലപ്പോൾ ഞാനായിരിക്കാം. അപ്പൊ എന്തായാലും നമ്മള് സിനിമയെ അങ്ങോട്ട് തേടി പോയതല്ല, സിനിമ നിഷ ചേച്ചി ഇങ്ങോട്ട് തേടി വന്നതാണല്ലേ. അതിന് വലിയ ആനക്കാര്യമൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് തേടി പോകണം നമുക്കുള്ളത്. ഞാൻ അന്നത്തെ എന്റെ ഒരു മാനസികാവസ്ഥയും പ്രശ്നങ്ങളും കാരണം എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു. നമുക്കുള്ള അവസരങ്ങൾ തേടി നമ്മൾ തന്നെ പോകണം, അതാണ് ഏറ്റവും ശരി. പക്ഷെ ആ സമയത്ത് എന്റെ മാനസികാവസ്ഥയും എന്റെ സിറ്റുവേഷൻസും അതിനേക്കാളൊക്കെ വലുതായിരുന്നു. അപ്പൊ ആ സമയത്ത് അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, അതെന്റെ പൊട്ടത്തരാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഈ അഗ്നിസാക്ഷി എന്ന സിനിമയിൽ ശോഭന ചേച്ചിയുടെ ഒരു കോമ്പിനേഷൻ സീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചേച്ചി. അപ്പൊ എന്തായാലും ആ സിനിമ കാണുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. സിനിമ കണ്ടിട്ടുള്ളവര് ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല അല്ലെ, നിഷ ചേച്ചിയുടെ കുറച്ചും കൂടെ. എനിക്ക് സത്യം പറഞ്ഞാ എപ്പോഴെങ്കിലും അഗ്നിസാക്ഷി ഒറ്റയ്ക്കിരുന്ന് കാണണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നല്ല മൂവിയാണല്ലോ അത്, എന്നിട്ട് പാട്ടുകളും ഒക്കെ. പക്ഷെ ഒരിക്കലും എനിക്കത് പിന്നെ നമ്മൾ ഇന്നത്തെ പോലെ അല്ലല്ലോ. അന്ന് ഒക്കെ ഭയങ്കര പാടല്ലേ, വീട്ടിൽ നിന്ന് ഒരു സിനിമയ്ക്ക് പോവുക, അവര് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞാ. എന്നെ സംബന്ധിച്ച് അന്നൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. വീട്ടിൽ നിന്നൊക്കെ സിനിമയ്ക്ക് പോകുക വളരെ അപൂർവമാണ്. എന്റെ വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് പോകണ എങ്ങനെയാണ്, എന്റെ അമ്മ സിനിമയ്ക്ക് കൊണ്ടുപോകണത്. മമ്മൂക്കാന്റെ പടമാണെങ്കിൽ അമ്മ വീട്ടിൽ കൊണ്ടുപോകും, ലാലേട്ടന്റെ പടമാണെങ്കിലും കൊണ്ടുപോകും. അപ്പൊ പിന്നെ പണ്ട് ജയൻ സാറിന്റെ പടം ഉണ്ടായിരുന്നല്ലോ, ജയൻ സാറിന്റെ പടത്തില് പണ്ട് അമ്മയൊക്കെ ഭയങ്കര കാണുമായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ കുഞ്ഞതല്ലേ, നമ്മളൊക്കെ അത്രയും വലുതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ പടങ്ങൾക്കും പോകും. അല്ലാതെ ഈ 3 പേരുടെ പടമാണ് എന്റെ വീട്ടിൽ നിന്നുള്ള ഏക സിനിമയ്ക്ക് പോക്ക്. അപ്പൊ ഇതിൽ അഗ്നിസാക്ഷിയിൽ ഇവര് 2-3 പേരും ഇല്ലല്ലോ എന്തായാലും. അതുകൊണ്ട് അമ്മയ്ക്ക് ടാസ്ക്. ഞങ്ങളെ വീട്ടിൽ നിന്ന് അന്ന് സിനിമയ്ക്ക് പോകുന്ന വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ്. ഞങ്ങക്ക് ഈ അച്ഛന് ഹോട്ടൽ ബിസിനസ് ഇതില്ലേ, ഊണിന്റെ ഇതാണ്. അപ്പൊ ഉച്ചയൂണ് പോർട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം അച്ഛന്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഒരു ചാക്ക് അരിയുടെ കച്ചവടമൊക്കെ ഒരു ദിവസം നടക്കണേ ആ ടൈമില്. അപ്പൊ എന്തോരം ജോലി ഉണ്ടാവും വീട്ടില്. അപ്പൊ അമ്മയ്ക്ക് ഇതിനിടയ്ക്കൊന്നും ഞങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് പോകാൻ ടൈം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ഇപ്പൊ 10-23 വർഷമായിട്ടുള്ളൂ അത് നിർത്തിയിട്ട്. അപ്പൊ അതുകൊണ്ട് പോവാൻ പറ്റിയില്ല. ഇപ്പോ കറന്റ്ലി സിനിമകളൊക്കെ കാണുന്നുണ്ടല്ലോ, പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ തിയേറ്ററിലൊക്കെ പോയി കാണാറുണ്ടോ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാ അവസാനം കണ്ടതില്? ഇപ്പൊ കറന്റിൽ സിനിമയൊക്കെ കാണുന്നുണ്ട്. എല്ലാ സിനിമയൊന്നും കാണാൻ പറ്റണില്ലെങ്കിലും ഒരുവിധം നല്ല പടങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ, സിനിമ ഏതാ അവസാനം ഇറങ്ങിയ സിനിമകളിൽ ഇപ്പൊ കണ്ടിട്ടില്ല? എനിക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ടതോ, മറ്റേ കുട്ടിയെ പ്രേമലു ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രേമലു ഇഷ്ടപ്പെട്ടു അല്ലേ? കണ്ണൂർ സ്ക്വാഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മമ്മൂക്കാനായ ഒരു ഇടിപ്പടം ഉണ്ടായിരുന്നല്ലോ ഈ അടുത്തിറങ്ങിയ, ജോസച്ചായന്റെ ടർബോ. അയ്യോ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് രസമുണ്ട്. അത് ഇടിപ്പടം ആണെങ്കിലും മമ്മൂക്കാന് കോമഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ടർബോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കണ്ണൂർ സ്ക്വാഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രേമലു ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അങ്ങനെ നല്ല പുതിയ സിനിമകളൊക്കെ കണ്ട് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുവാണ് ചേച്ചി. എന്തായാലും കൊള്ളാം. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമ്മളിങ്ങനെ സിനിമാ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുവാണ്. ഒരു 2 പാട്ടും കൂടെ കേട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. SK ഹോട്ട്സ്പോട്ട് ആണ് ഓൺ സർഗിക്ഷേത്ര 89.6 FM. കാതൂരും കരുതലായി കാലത്തിനൊപ്പം.
SK ഹോട്ട്സ്പോട്ട്. ഞാൻ നിഷ ശാരൻ. എന്റെ ഏറ്റവും പുതിയ സിനിമയാണ് എഴുത്തോല. എഴുത്തോലയുടെ വിശേഷങ്ങളുമായി SK ഹോട്ട്സ്പോട്ടിൽ RJ സെലിനൊപ്പം. ചേച്ചി, കമ്മിങ് ബാക്ക് ടു എഴുത്തോല എന്ന സിനിമ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ് ആശാത്തി എന്ന കഥാപാത്രം. അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണൽ, ഒരു റോളർ കോസ്റ്റർ എന്നൊക്കെ പറയാം. നമ്മളിങ്ങനെ പല രീതിയിലുള്ള ഇമോഷൻസിലൂടെ നന്മയുള്ള ഒരു സിനിമയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഈ സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്നതിനെ പറ്റിയിട്ട് ചേച്ചി എപ്പോഴും സംസാരിക്കലുണ്ടല്ലോ. എങ്ങനെയാണ് ഈ ഒരു സിനിമ ഈ ജനറേഷൻ എത്രത്തോളം റിലേറ്റബിൾ ആയിരിക്കും? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് റിലേറ്റബിൾ ആയിരിക്കുമോ? അവർക്ക് എന്ത് സന്ദേശമായിരിക്കും ഈ ഒരു സിനിമയിലൂടെ കിട്ടുക? ഇത് ആദ്യം തന്നെ ഞാൻ ഒരു പരാതി പറയട്ടെ, എന്നിട്ട് പറയാം ഇതിനെ കുറിച്ച് പറയാം. ഇപ്പൊ മമ്മൂക്കാന്റെ ടർബോയും കണ്ണൂർ സ്കോഡും അതുപോലെ തന്നെ പ്രേമലും ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് എന്റെ പടം എന്താ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കാതെ എന്താ? എഴുത്തോല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. എഴുത്തോല അങ്ങനെ? ഓ, എഴുത്തോല ഉണ്ട്. ഇപ്പൊ ബിഗ് ബൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിഗ് ബനും എഴുത്തോലയും ഒരേ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. ഓക്കെ. അയ്യോ, ഞാൻ അങ്ങനെ വിചാരിച്ചില്ല കേട്ടോ. ചേച്ചിയുടെ പടം എന്തായാലും ചേച്ചിക്ക് ഇഷ്ടമായിരിക്കുമല്ലോ, നമുക്കും ഇഷ്ടമാണ് കേട്ടോ. അല്ല, എനിക്ക് എന്റെ പടം ആയതുകൊണ്ടല്ല ഇത് രണ്ടും ഇഷ്ടം. ഇത് രണ്ടും നല്ല പടമാണ്, നല്ല പടങ്ങളാണ്. എല്ലാവരും ഇങ്ങനെ സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഉള്ള പടങ്ങൾ കാണാനുള്ള കൂടുതൽ ആൾക്കാർ കൂടുതൽ കയറുക. പെട്ടെന്ന് ഫസ്റ്റ് ഡേ തന്നെ കയറുമല്ലോ, ഇറങ്ങാൻ കാത്തിരിക്കും, ഫസ്റ്റ് ഡേ തന്നെ കാണും ഇല്ലേ? ആ സമയത്ത് ഇങ്ങനെയുള്ള പടങ്ങൾ അറിഞ്ഞറിഞ്ഞ് പതുക്കെയാണ് കയറുക. ഇപ്പൊ പ്രേമലും ഒക്കെ ആണെങ്കിൽ അറിഞ്ഞിട്ട് അല്ലേ കയറിയതല്ലേ. അപ്പൊ അങ്ങനെ അറിഞ്ഞു കയറാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ഇത് രണ്ടും, എഴുത്തോലയും ബിഗ് ബെന്നും. ആക്ച്വലി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. അതിന് മുന്നൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മൾ ഇപ്പോഴത്തെ, എനിക്ക് തോന്നുന്നു മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു തലമുറ ജനറേഷൻ ഇങ്ങനെ സിനിമ കാണുന്നതിൽ ഭയങ്കര ക്രിറ്റിക്കലാണ്, ഭയങ്കര ക്രിറ്റിസിസം ഉള്ള ആളുകളാണ്. ഇങ്ങനെ വളരെ സെലക്റ്റീവായിട്ട് സിനിമകൾ കാണുന്ന കുട്ടികളാണ്, ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ഫാൻ ബേസ് മൂവി അല്ലാതെ നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നടന്മാർ അഭിനയിക്കാത്ത സിനിമകളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നുണ്ട് എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ഒരു സിനിമ കാണും, അപ്പോൾ എഴുത്തോലയും അവർ സ്വീകരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെടും ഉറപ്പായിട്ട്. എഴുത്തോല കണ്ടിറങ്ങിയ ഒരാൾ പോലും എഴുത്തോല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ല, അല്ലെ കുഴപ്പമില്ല എന്ന് പറയില്ല. നല്ല പടം എന്നേ പറയുള്ളൂ. വളരെ നന്മയുള്ള പടം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ഒരു നന്മയുള്ള പടം നമ്മുടെ മുന്നിലേക്ക് നമുക്ക് നമ്മുടെ നാടിനെ ആസ്പദമാക്കി, നമ്മുടെ ഭാഷയെ ആസ്പദമാക്കി, നമ്മുടെ അക്ഷരങ്ങളെ ആസ്പദമാക്കി ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തെ, വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ടായിരുന്ന ആ സ്നേഹവും ബന്ധവും കുട്ടികളോടും വിദ്യാർത്ഥികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരസ്പരം ഉണ്ടായിരുന്ന ഒരു ആത്മബന്ധം, ഇതൊക്കെ കാണിക്കുന്ന ഒരു നന്മ അറിഞ്ഞ സിനിമ വരുമ്പോൾ നമ്മളത് കണ്ടില്ലെങ്കിൽ നഷ്ടം. ഇതിനകത്തൊരു കഥയുണ്ട്, അതാണ് എല്ലാവർക്കും ഇഷ്ടമാണത്. ഈ ആശാത്തിയുടെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു കഥയാണ്. അപ്പൊ അത് കാണാനാണ് ഞാൻ പറഞ്ഞത് നല്ല ഇഷ്ടം എന്ന് പറഞ്ഞത്. അത് നമുക്ക് ഭയങ്കര ഹൃദയത്തെ ടച്ച് ചെയ്യുന്നതാണ്. അല്ലാതെ ഇതൊരു ഡോക്യുമെന്ററി പോലത്തെ ഒരു സിനിമയോ ഒന്നോ അല്ലെങ്കിൽ കുട്ടികളുടെ മൂവി മാത്രമോ അല്ല. ഇതിന് ആശാത്തിക്ക് ഒരു കഥയുണ്ട്. ആ ആശാത്തിയുടെ കഥയാണ് ഈ സിനിമ എഴുത്തോല. ഓക്കെ. അപ്പൊ എന്തായാലും എഴുത്തോല എല്ലാവരും ഉത്തരം പറയണോ ഇനി? അതെ അതെ, ആ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് വേണം. എന്തായാലും ചോദിച്ചത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ ഒരു സിനിമ ഇപ്പൊ നന്മയുള്ള ഒരു സിനിമയാണെന്ന് പറഞ്ഞു. കുട്ടികളെ എല്ലാവരും നല്ലൊരു സിനിമയാണ്, കണ്ടിറങ്ങുമ്പോൾ മനസ്സ് നിറയുന്ന ഒരു സിനിമയാണ്, ഫീൽ ഗുഡ് മൂവിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഒരു ജനറേഷന് എത്രത്തോളം റിലേറ്റബിൾ ആയിരിക്കും എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. ഈ തലമുറയ്ക്ക് അത് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇതിനകത്ത് ഒരു ഹേമന്ത് എന്ന കഥാപാത്രം ഇവിടെ ആശാത്തിന്റെ അടുത്ത് പഠിച്ചിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ഒരാളാണ്. ഫസ്റ്റ് പഠിച്ചത് ആശാത്തിന്റെ അടുത്താണ്, നിലത്തെഴുത്ത്. അവിടെ നിന്ന് പിന്നെ സ്കൂളിലൊക്കെ പഠിച്ച് പിന്നെ വലിയ ജോലിയൊക്കെ കിട്ടി പോയി, നാട്ടിൽ നിന്ന് പോയി. അപ്പൊ വിദേശത്ത് നിന്ന് അയാൾക്കൊരു കുട്ടി ഉണ്ടായി അയാൾ കല്യാണം കഴിച്ച അയാൾക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അയാൾക്ക് ഈ ആശാത്തിയായിട്ട് ഭയങ്കര ആത്മബന്ധമാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഇതിനെ അമ്മയെ പോലെയാണ് അധ്യാപിക വിദ്യാർത്ഥികളോട്. അപ്പൊ ആ ആത്മബന്ധം മനസ്സിൽ ഒരു കുട്ടിക്ക് കുഞ്ഞിനെ കയറിയതാണ്. ഒരു 3 വയസ്സിൽ കയറിയ ബന്ധമാണത്. ആ ബന്ധം അങ്ങനെ തന്നെ കിടക്കാന്ന് വെച്ചാൽ ഭയങ്കര ഒരു സംഭവമാണത്. അപ്പൊ അത് വെച്ചിട്ട് തനിക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ആ കുട്ടിയെ ഈ ആശാത്തിയെ കൊണ്ട് തന്നെ നിലത്ത് അക്ഷരം എഴുതിപ്പിക്കണം എന്നും പറഞ്ഞ് വരികയാണ് നാട്ടില്. അപ്പൊ അത് ഭാര്യ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അത് ഇന്നത്തെ തലമുറയിലെ ഇങ്ങനെ വളർന്നൊരു കുട്ടിയല്ല അത്. അപ്പൊ ആ രീതിയില് അങ്ങനത്തെ ഒരു കഥാപാത്രം. അപ്പോ അത് ഈ ജനറേഷനില് ശരിക്കും ഒരു ജനറേഷന് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമാണ്. പിന്നെ നേരത്തെ വെച്ചാല് സ്വയം പര്യാപ്തയാവണം എന്നുള്ളതല്ലേ? അതെ അതെ, സ്വയം പര്യാപ്തയാവണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നതിന്. ഇതിനകത്ത് ആശാത്തിയുടെ കുടുംബത്തില് ആശാത്തിയും ആശാനും ഒരുമിച്ച് ജോലി ചെയ്തിട്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അവർക്ക് മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, മരുമക്കളുണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കുടുംബത്തിൽ ഈ ആശാന്റെയും ആശാത്തിയുടെയും വരുമാനം കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്.
നമ്മളിപ്പോ പറയുന്ന വെച്ചാൽ അന്നത്തെ തലമുറയിൽ പോലും സ്ത്രീകള് അവരെ കൊണ്ട് പറ്റുന്ന ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും ഒക്കെ. നമ്മൾ ഈ ഫോണൊക്കെ വന്നതിന് ശേഷം ഉണ്ടല്ലോ, പല കുട്ടികൾ TV വന്നു, ഫോൺ വന്നു, പിന്നെ കുറെ എന്റർടൈൻമെന്റ്സ് വേറെ ഉണ്ടല്ലോ. ഇതൊക്കെ വന്നപ്പോ പല കുട്ടികൾക്കും ഭർത്താവ് ജോലിക്ക് പോകട്ടെ, ഞാനിങ്ങനെ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കും, ബാക്കി സമയം കുറച്ച് മൊബൈലിൽ നോക്കി TVയും കണ്ട് കിടന്നുറങ്ങി, പിന്നെ വൈകുന്നേരം വരുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. പിന്നെ അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുക, ചേട്ടാ നമുക്ക് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാന്ന് പറയുമ്പോൾ അവരങ്ങ് പുറത്തേക്ക് കഴിക്കും. പക്ഷെ ഇതിൽ നമുക്ക് ഉണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം വൻ നഷ്ടമാണ്. പിന്നെ ശാരീരിക നഷ്ടം വേറൊരു വലിയ നഷ്ടമാണ്. കാരണം നമുക്ക് വീട്ടിലെ പണി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ, ഇല്ലേ? ഒരു വീട്ടിൽ ഇപ്പോഴെല്ലാം ചെറിയ കുടുംബങ്ങളല്ലേ. ജോലിക്ക് പോവാതെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീക്ക് വീട്ടിലെ പണി ഭയങ്കര ഭാരമുള്ള പണി ആണെന്ന് നമുക്ക് സ്വയം തോന്നി നമ്മൾ ബുദ്ധിമുട്ടി അത് വലിയ കഷ്ടപ്പാടായി പോകും. പണ്ടത്തെ നമ്മളെ അമ്മമാരൊക്കെ വീട്ടിൽ നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവര് അവരുടെ ആരോഗ്യമൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോഴും വലിയ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അന്ന് അരയ്ക്കാൻ അമ്മിയാണ്, അന്ന് അരി ഇടിച്ചു പൊടിച്ച്, മുളക് ഇടിച്ചു പൊടിച്ച്, ഇതെല്ലാം മിഷ്യൻ ഇല്ലാണ്ട് ജോലി ചെയ്ത ആൾക്കാരാണ് അവരൊക്കെ, നമ്മളെ അമ്മമാരൊക്കെ. അപ്പൊ അതുകൊണ്ട് അവരുടെ ഹെൽത്ത് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ ഇന്നത്തെ ജനറേഷനിൽ ഒരു വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ടാസ്ക് അല്ല. വെള്ളം കിണറ്റിൽ നിന്ന് കോരണ്ട, മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് മോളിൽ കയറ്റി, എല്ലാം മിഷ്യൻ. അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പൊ ഇവരുടെ ശരീരം അനങ്ങാതെ പല അസുഖങ്ങൾക്ക് കാരണമാവും. അപ്പോ കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം ഹോസ്പിറ്റലിൽ പോകും എല്ലാവർക്കും. കാരണം ആരും ശരീരം അനങ്ങണില്ല. അപ്പൊ ഇതൊന്നും ഉണ്ടാവാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടികളും കൂടെ ജോലിക്ക് പോകണം. അപ്പൊ എന്ന് വെച്ചാൽ രാവിലെ എനിക്ക് ഭയങ്കര ടെൻഷൻ അടിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഓടിച്ചാൽ ജോലി ചെയ്യും. ആ ഓട്ടം ഇവർക്ക് ഹെൽത്തിന് നല്ലതാണ്, ഒരു വ്യായാമമാണ്. അത് ആ ഓട്ടം അവർക്ക് ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. പിന്നെ അത് കേട്ട് വൈകുന്നേരം വന്നിട്ട് വീട്ടിൽ വീണ്ടും ഫുഡ് ഉണ്ടാക്കണം. അപ്പൊ ഹസ്ബൻഡിനോട് കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു, രാവിലെ ഹസ്ബൻഡിനോട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. ഈ ഓട്ടോ അവരുടെ ജോലിക്ക് പോക്കും ജോലിയോ ഇതെല്ലാം ആ ഓടി നടക്കലൊക്കെ അവരുടെ മെന്റലി നല്ലതാണ്. പൈസ കിട്ടുമ്പോ സന്തോഷം ഉണ്ടാവണം, അവരുടെ ശരീരം അനങ്ങുന്നു, അവർക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ഹെൽത്ത് ഭയങ്കര ഭംഗിയായിട്ടിരിക്കുന്നു, സൗന്ദര്യം കൂടുന്നു. കാശ് കിട്ടുമ്പോ സൗന്ദര്യം കൂടുകയും, കാരണം ഭയങ്കര ഒരു സ്വന്തമായി ജോലി ചെയ്ത് കാശ് കിട്ടുമ്പോ മുഖത്തൊരു പ്രത്യേക പ്രസാദമാണ്. ബ്യൂട്ടി പാർലറിലൊക്കെ പോവാന്ന് റെഡി ചെയ്യാം, പിന്നെ ഫേഷ്യൽ ചെയ്യാം, സ്കിൻ കെയർ നോക്കാം. അല്ലെ ഇതൊക്കെ നമുക്ക് ചേട്ടാ എനിക്ക് അത് ചെയ്യണം, ഇത് പോയി പണി നോക്കണേ, പൈസ ഇല്ലെന്ന് പറയും, ഇല്ലേ? അപ്പൊ ഇതൊക്കെ അതുകൊണ്ട് നമ്മള് ഇന്നത്തെ ജനറേഷൻ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മുടെ ശരീരം ഒന്ന് നല്ല വൃത്തിയായിട്ടിരിക്കാൻ കൂടി വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ എന്റെ വീട്ടില് ഞാൻ ജിമ്മിനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും പോണില്ല. എനിക്ക് 50 വയസ്സായി. ഞാൻ എന്റെ വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോണേ. ഇതുപോലെ ഇങ്ങനെ സ്വന്തം വീട്ടിലെ എല്ലാ പണിയെടുത്തിട്ട് ജോലിക്ക് പോണ ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ സമൂഹത്തില്, ഒരുപാടുണ്ട്. അവരൊക്കെ നോക്കി അവരൊക്കെ എപ്പോഴും ഹാപ്പിയാണ്. എന്തൊക്കെ പരാതികൾ പറഞ്ഞാലും അവര് ഹാപ്പിയാണ്. അവർക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഒരു മാസം ജോലി ചെയ്ത് പൈസ കിട്ടിയവരാണെങ്കിൽ ഉറപ്പായിട്ടും പിന്നീട് പോകും. അടിപൊളി. അപ്പൊ എന്തായാലും ജോലിക്കൊക്കെ പോയി അല്ലെ സമ്പാദിച്ച് നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പ്രാപ്തിയുള്ള ഒരു ജനറേഷൻ ആയിട്ട് നമ്മള് ജോലി സ്ഥലത്തൊക്കെ ഒരുപാട് ആൾക്കാരെ കാണുകയല്ലേ. അപ്പൊ നമുക്ക് മൈൻഡ് ഒരുപാട് മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ നമുക്ക് ഇറക്കാൻ പറ്റും. കാരണം ഞാൻ ഇന്നത് മേടിച്ചിട്ട് അത് ഭയങ്കര നല്ലതാണ്. ഇതൊക്കെ അല്ലേ നമുക്ക് ലൈഫിൽ ഭയങ്കര അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും പുതിയ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ജോലിക്ക് പോകണമെന്ന് പറയുന്നത് കൊണ്ട്. അതെ, ഒരു എക്സ്പോഷർ കിട്ടും. പുറത്തേക്ക് ഇറങ്ങി കുറെ പേരെ കാണുന്നു, പുതിയ ആളുകളെ പരിചയപ്പെടുത്തും, അവരിൽ നിന്ന് കുറെ നന്മകൾ നമ്മൾ എടുക്കുന്നു അല്ലെ, നമ്മളിലുള്ള നന്മകൾ അവർക്ക് ഷെയർ ചെയ്യുന്നു. അതാണ് ഒരുപാട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുന്നു, ഓഫീസിൽ ഒരുപാട് ആൾക്കാരെ കാണുന്നു അല്ലെ, ഞാൻ സ്ഥലത്ത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കാനും നമുക്ക് ആ പുതിയ അപ്ഡേഷൻസ് ഉണ്ടാവാനും പിന്നെ നമ്മളെ കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാനും കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും പുതിയ അറിവ് ലഭിക്കാനും കുട്ടികൾ നമ്മളെ കളിയാക്കാതിരിക്കാനും. കുട്ടികൾ ചോദിക്കില്ല അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലേ അമ്മേ എന്ന് ചോദിക്കും. അപ്പൊ ഈ നാണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ നമ്മൾ ഭയങ്കര സംഭവമാണ്. നമ്മൾ അങ്ങോട്ട് തോന്നിപ്പിച്ചു കൊടുക്കണം. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൂടും. നമുക്കൊരു വ്യക്തി എന്ന നിലയിൽ ഒരു ജോലിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കുമ്പോ അതാണ്. പിന്നെ കുട്ടികൾ നാളെ ചോദിക്കും ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാൻ അമ്മയോട് ആരെങ്കിലും പറഞ്ഞു, അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കൂടായിരുന്നോ എന്ന് കുട്ടികളും ചോദിക്കും. നാളെ വളർന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ചോദിക്കും അവര്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. ഇത് SK ഹോട്ട്സ്പോട്ട് ആണ്. സർഗിക് ക്ഷേത്ര 89.6 FM. കാതൂരും കരുതലായി കാലത്തിനൊപ്പം.
ഹോട്ട്സ്പോട്ട്. ഞാൻ നിഷ ശാരൻ. എന്റെ ഏറ്റവും പുതിയ സിനിമയാണ് എഴുത്തോല. എഴുത്തോലയുടെ വിശേഷങ്ങളുമായി SK ഹോട്ട്സ്പോട്ടിൽ RJ സെലിനൊപ്പം. ചേച്ചി, നമ്മളിനി വളരെ കുറച്ച് സമയം കൂടിയുള്ളൂ. ഒരുപാട് നേരം കൂടെ നമ്മുടെ കൂടെയുള്ളത് നിഷ ചേച്ചിയാണ്. ഉപ്പുമുളകും എന്ന സീരിയലിലൂടെയും അതുപോലെ ഒരുപാട് സിനിമയിലെ കഥാപാത്രങ്ങളോടും ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നിഷ സാരംഗാണ് എന്നോടൊപ്പം SK ഹോട്ട്സ്പോട്ടിലുള്ളത്. ചേച്ചി, നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി പറഞ്ഞു, എഴുത്തോല എന്ന സിനിമയുടെ വിശേഷങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും ഒക്കെ ലിസ്റ്റിൽ കിടപ്പുണ്ടോ? പുതിയ പ്രോജക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കേട്ട് അതൊന്ന് സെലക്ട് ചെയ്യണം, അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഉപ്പുമുളക് വീണ്ടും തുടങ്ങി, അപ്പൊ അതിൻ്റെതായ ഇതുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു വെബ് സീരീസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെതായ ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡേറ്റുകളുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പൊ. പിന്നെ ഉപ്പുമുളകിന് എന്തായാലും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കും എപ്പോഴും. കാരണം എന്നെ ഞാനാക്കിയത് എപ്പോഴും ഉപ്പുമുളക് തന്നെയാണ്. അപ്പൊ അത് ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ. ഞാൻ ഈ ബാഗും ചുമന്ന് കുറെ കാലം നടന്നിട്ടുള്ളതാ. പക്ഷെ എന്നെ ആൾക്കാർ തിരിച്ചറിയുന്ന വിധത്തിലും എനിക്കൊരു നല്ല ഒരു ജീവിതം തന്നതുമൊക്കെ ഉപ്പുമുളക് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനിയും ഉപ്പുമുളകിലൂടെ നമുക്ക് വീണ്ടും കാണാം നീലുവിനെ. ഓക്കെ, ഉപ്പുമുളക് മാത്രല്ല, സിനിമകൾ ഉണ്ടാവും കേട്ടോ. സിനിമകൾ ഇനി വരാനൊക്കെ ഉണ്ട്, വേറെ വരാനൊക്കെ ഉണ്ട്. നമ്മൾ കാത്തിരിക്കുവാണ് ചേച്ചിയുടെ പുതിയ സിനിമകൾ വരാൻ വേണ്ടിയിട്ട്. ചേച്ചിയും കാത്തിരിക്കുന്നു, നമ്മളും ഒരു സൈഡിൽ ഇങ്ങനെ കാത്തിരിക്കുവാണ് ചേച്ചിയുടെ പുതിയ സിനിമകൾ വരാൻ. അത് പിന്നെ ഞങ്ങളുടെ ഒരു കസ്കസ് എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഞങ്ങളുടെ ഒരു വെബ് സീരീസ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നീലു ചേച്ചീന്റെ, അല്ലെങ്കിൽ നീലു എന്നാണ് എപ്പോഴും എന്റെ വായിൽ വരുന്നത്, കാരണം നമ്മൾ ആ ഒരു കഥാപാത്രത്തെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നിഷ ചേച്ചിയുടെ പുതിയ സിനിമകൾ വരട്ടെ. ഈ വെബ് സീരീസ് കസ്കസ് എന്ന യൂട്യൂബ് ചാനലൊക്കെ കാണുക. എഴുത്തോല എന്ന സിനിമകൾ കണ്ട് അഭിപ്രായങ്ങൾ പറയുക. ഞങ്ങളിത് SK ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാറായിട്ടുണ്ട്. അപ്പൊ ചേച്ചി, എന്തായാലും എഴുത്തോല കാണാനൊക്കെ എല്ലാവരോടും പറഞ്ഞോളൂ. എഴുത്തോല എല്ലാവരും കാണണം കേട്ടോ. കണ്ടിട്ട് നിങ്ങൾക്ക് ഒരിക്കൽ പോലും ഒരു നിരാശ ഉണ്ടാവില്ല, അത് 100% ഉറപ്പാണ്. അപ്പൊ എഴുത്തോല കണ്ടിട്ട് എല്ലാവരും നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലൊരു സിനിമ, ഒരു ഫീൽ ഗുഡ് മൂവി, ഒരു നന്മയുള്ള ഒരു സിനിമ കണ്ടു എന്ന് നമുക്ക് ഒരു ഇതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കാണണം. ഇത് ഞാൻ എന്റെ സിനിമയോണ്ട് പറയല്ല, കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുടുംബത്തിന് ഒരാൾ പോയി കണ്ടിട്ട് അഭിപ്രായം മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി. അപ്പൊ തോന്നും കാണണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒന്ന് കാണുക, കണ്ടിട്ട് പറയാ. പിന്നെ ബിഗ് ബെനും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബിഗ് ബെനും എല്ലാവരും കാണുക. കാരണം ഇപ്പൊ ഒരേ ടൈം ഒരു മോഡേൺ ക്യാരക്ടറും, ബിഗ് ബെന്നിൽ ഭയങ്കര മോഡേൺ ആണ്, മുടിയൊക്കെ ഒന്ന് ബോബ് ചെയ്തിട്ട് വേറെ സ്റ്റൈലിലാണ്. UK ഒരു നേഴ്സായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോ ഇതിനകത്ത് ഇപ്പുറത്ത് ഭയങ്കര പ്രായമുള്ള ഒരു ആശാത്തി, 75 വയസ്സുള്ള ഒരു അമ്മുമ്മയായിട്ടാണ് ഇപ്പുറത്ത് അഭിനയിക്കുന്നത്. അപ്പൊ ഇത് രണ്ട് വിധത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് കാണണം, എല്ലാവരും ഒന്ന് കണ്ടിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സപ്പോർട്ട് എപ്പോഴും നിഷ ചേച്ചിയുടെ ഒപ്പം ഉണ്ടാവും. നമ്മളിത് SK ഹോട്ട്സ്പോട്ടോട് വൈൻഡ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ നമ്മളെ ഉപ്പുമുളകിലൂടെ ചേച്ചി നീലു എന്ന കഥാപാത്രത്തെ കാണാം. ബിഗ് ബെന്നിലൂടെ ഇനി ഒരു അടിപൊളി വൈബ് ന്യൂ ജനറേഷൻ ഒരു നഴ്സിനെ കാണാം. അതുപോലെ എഴുത്തോലയിലെ പാർക്കുട്ടി ആശാത്തിയും കാണാം. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാ, സർഗക്ഷേത്രയിലോട്ടും കൂടെ അറിയിക്കുക. നമ്മൾ എന്തായാലും നിഷ ചേച്ചിയോട് പറയുന്നതായിരിക്കും. അപ്പൊ ഈ പാട്ടുകൾ വരുന്നു, നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. ടാറ്റാ ബൈ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം.